ദൈവത്തിന് സ്തോത്രം. The Lord might hear his voice these days. Let us praise God. ഈ ദിവസങ്ങളിലായി കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ കർത്താവ് നമ്മുടെ കാതുകളെ തുറന്നു തരേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. Habit. The Athenians, ഒരു ദുശ്ശീലം ഉണ്ടായിരുന്നു. they always wanted to hear something new. അവർ എല്ലായ്പ്പോഴും പുതുമയുള്ള ഒരു കാര്യം കേൾക്കുവാൻ ആഗ്രഹിച്ചു. So we should not be here just to feed our heads with some new information. ആകയാൽ നാം ഇവിടെ ഒരു പുതിയ അറിവ് നേടുവാൻ വേണ്ടി ഇവിടെ കൂടി വന്നിരിക്കുകയല്ല. So God must feed us with words of eternal life. ആകയാൽ നമ്മുടെ ദൈവം നമ്മെ നിത്യജീവന്റെ മൊഴികളാൽ നമ്മെ പോഷിപ്പിക്കണം. The word of God spoken these days should lead us to repentance. ഈ നാളുകളിൽ നമ്മോട് അരുളി ചെയ്യപ്പെടുന്നതായ വചനങ്ങൾ നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കണം. It should help us to make some important decisions in our life. നമ്മുടെ ജീവിതത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ അവ നമ്മെ സഹായിക്കണം. And it should wake us up to see what's happening around us. 16. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം and read from verses 12 to 16. 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ആറാമത്തെ കലശം യൂഫ്രാത്തീസ് എന്ന മഹാനദിയിൽ ഒഴുകി കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഞാൻ കള്ളനെ പോലെ വരും. തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അവ അവരെ എബ്രായ ഭാഷയിൽ ഹെർമഗദോൻ എന്ന പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. And the 6th angel poured out his vial upon the great river Euphrates, and the water thereof was dried up, and the way of the kings of the east might be prepared. And I saw 3 unclean spirits like frogs come out of the mouth of the dragon, and out of the mouth of the beast, and out of the mouth of the false prophet. For they were the spirits of the devils, working miracles, which go forth unto the kings of the earth and of the whole world, to gather them to the battle of the great day of God Almighty. Behold, I come as a thief. Blessed is he that watcheth and keepeth his garments, lest he walk naked and they see his shame. And he gathered them together into a place called in the Hebrew tongue Armageddon. Praise the Lord. ദൈവത്തിന് സ്തോത്രം. The Bible has made many predictions. ബൈബിൾ അനേക പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. This is one major prophecy written in the Bible of things that are going to happen shortly. ആസന്ന ഭാവിയിൽ നടക്കുവാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ചുള്ളതായ ബൈബിൾ പ്രവചനങ്ങളിൽ സുപ്രധാനമായ ഒന്നാകുന്നു ഇത്. Now, a person who makes a prophecy or a book that makes a prophecy has to be very careful. ഒരു പ്രവചനം നടത്തുന്ന വ്യക്തിയോ ഒരു പുസ്തകമോ വളരെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. For example, suppose I say tomorrow an earthquake is going to take place. ഉദാഹരണമായി ഞാൻ പറയുകയാണെന്നിരിക്കട്ടെ, നാളെ ഒരു ഭൂകമ്പം ഇവിടെ സംഭവിക്കും. ഭൂചലനം സംഭവിക്കും എന്ന് ഞാൻ പ്രവചിക്കുന്നിരിക്കട്ടെ. Every day an earthquake takes place, so that's no big prophecy. Somewhere in the world, every day some earthquake is taking place. ഭൂമിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എപ്പോഴും ഭൂചലനം നടന്നുകൊണ്ടേയിരിക്കുന്നു. So that's not ഒരു പുതുമയുള്ള കാര്യമല്ല. So for me to say tomorrow an earthquake is going to take place is not a big prophecy. ആകയാൽ നാളെ ഒരു ഭൂകമ്പം നടക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു വലിയ കാര്യമേ അല്ല. But if I say tomorrow an earthquake is going to take place in Tiruvalla, then that's a particular prediction. എന്നാൽ നാളെ തിരുവല്ലയിൽ ഒരു ഭൂചലനം ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞാൽ അത് വളരെ കൃത്യമായ നിലയിൽ ഞാൻ പറയുന്ന കാര്യമാണ്. It's a very dangerous thing to do that. അങ്ങനെ ചെയ്യുന്നത് അപകടകരമായ ഒരു കാര്യമാണ്. Because if it doesn't happen, everybody look forward to an earthquake tomorrow. If it doesn't happen, I'll become a liar. നാളെ ഭൂചലനം സംഭവിക്കുമെന്ന് എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കും. അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ ഞാൻ കള്ളം പറയുന്നവനായി തീരും. In the same way, the Bible has made many daring, bold predictions. ഈ നിലയിൽ നോക്കിയാൽ ബൈബിൾ വളരെ സുധീരമായ ചില ഒരു പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. And these predictions are not general predictions like there's going to be an earthquake tomorrow. They go into detail in as to times and places and people and so on. നാളെ ഭൂചലനം നടക്കുമെന്ന നിലയിൽ പൊതുവായി പറയുന്നതെല്ലാം വളരെ കൃത്യമായി സമയങ്ങൾ, സാഹചര്യങ്ങൾ, ആളുകളെ എല്ലാം വളരെ കൃത്യമായി പ്രവചിക്കുന്ന പ്രവചനങ്ങളാകുന്നു ഇത്. And if they don't happen, the Bible is going to become a big lie. അങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ ബൈബിൾ തന്നെ ഒരു മഹാകള്ളമായി തീരും.
So we are going to see some of these details about what the Bible has to say about our near future. നമ്മുടെ ആസന്ന ഭാവിയെക്കുറിച്ച് ബൈബിളിന് പറയുവാനുള്ളത് എന്താകുന്നു എന്ന് നാം ഈ ദിവസങ്ങളിൽ നോക്കുവാൻ പോകുന്നു. Before that, I would like to make a statement. അതിനു മുൻപായി ഞാൻ ഇവിടെ ഒരു പ്രസ്താവന അവതരിപ്പിക്കട്ടെ. The Bible spans the history of mankind. ബൈബിളിന്റെ ആ കാലയളവ് അഥവാ മാനവ ചരിത്രം, that it spans the history. That means from the creation till the end of times, you have all kinds of periods fitted into the Bible. ബൈബിളിന്റെ ചരിത്ര കാലപരിധി എന്ന് പറയുമ്പോൾ അത് മാനവരാശിയുടെ ആരംഭം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാലങ്ങളെയും ഉൾക്കൊള്ളുന്നു. പലവിധമായ യുഗങ്ങൾ, കാലങ്ങൾ അതിലടങ്ങുന്നു. You even have the angelic period. അതിൽ ഒരു ദൂതന്മാരുടെ യുഗവും അതിലുണ്ട്. Then you have the period of innocency. അതിനുശേഷമായി നിഷ്കന്മഷ യുഗമുണ്ട്. Then the conscience period. അതിനുശേഷം മനസാക്ഷി യുഗം. Then the law period. അതിനുശേഷം ന്യായപ്രമാണ യുഗം. Then the time in which Jesus lived. യേശു ജീവിച്ചതായ കാലം. Then the first century. ഒന്നാം നൂറ്റാണ്ട്. Then you have the last days. അതിനുശേഷമായി അന്ത്യനാളുകൾ. Then the tribulation period. അതിനുശേഷം ഉപദ്രവകാലം. After that the millennium. അതിനുശേഷം സഹസ്രാബ്ദവാഴ്ച. And finally the eternity to come. അതിനുശേഷം വരുവാനുള്ള നിത്യത. Now in all these periods, ഈ എല്ലാ കാലങ്ങളിലും you know which period the Bible speaks the most about? ബൈബിൾ വളരെയധികം പ്രാധാന്യം നൽകി പറയുന്ന കാലയളവ് ഏതാണ്? Not Jesus' days. അത് യേശുവിന്റെ നാളുകളല്ല. Not the Old Testament. പഴയ നിയമ കാലയളവുമല്ല. It's about our days, the last days. നമ്മുടെ നാളുകളായി അന്ത്യദിനങ്ങളെ കുറിച്ചാകുന്നു. The Old Testament and the New Testament Bible put together speaks about our days more than any other time in history. പഴയ നിയമവും പുതുനിയമവും ചേർത്ത് വെച്ചാൽ ചരിത്രത്തിലുള്ള ഏത് കാലത്തെക്കാളും നമ്മുടെ കാലത്തെക്കുറിച്ചാണ് വളരെ പ്രാധാന്യം നൽകി ബൈബിൾ പറയുന്നത്. Understand then what an important time we have been born in. ആകയാൽ നാം ജനിച്ചിരിക്കുന്ന ഈ കാലയളവ് എത്രത്തോളം പ്രാധാന്യമുള്ളതാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. So the Bible is more rich with words for you and for me than for any person of any other generation. ആകയാൽ ഏത് തലമുറയിൽപ്പെട്ട ഏത് ആളുകൾക്കുമുള്ളതായ ബുദ്ധിപദേശങ്ങളെക്കാൾ അധികമായി എന്നെയും നിങ്ങളെയും സംബന്ധിക്കുന്നതായ വേദവചനങ്ങളാൽ ബൈബിൾ സമ്പുഷ്ടമാകുന്നു. This means that we have to rise up to our responsibilities more than other saints of other ages. ആകയാൽ മറ്റ് കാലയളവിൽ ജീവിച്ചിരുന്ന മറ്റു വിശുദ്ധന്മാരെക്കാൾ അധികമായി നാം ഈ ചുമതലയിലേക്ക് ഉയർന്നു വരേണ്ടതുണ്ട്. So we are going to see some details of prophecy that the Bible makes. ആകയാൽ ബൈബിൾ നടത്തുന്ന ചില പ്രവചനങ്ങളുടെ വിശദാംശങ്ങൾ നാം നോക്കുകയല്ല. Some of you may have heard about this battle of Armageddon. Some of you may have just heard of the name Armageddon. നിങ്ങളിൽ ചിലർ ഹർമഗദ്ദോൻ യുദ്ധത്തെക്കുറിച്ച് കേട്ടിരിക്കാം, ചിലർ ഹർമഗദ്ദോൻ എന്നുള്ള പേരും കേട്ടിരിക്കാം. We're going to go into the details of this battle shortly. നാം ഈ യുദ്ധത്തിന്റെ വിശദാംശങ്ങളെ കുറിച്ച് നാം ചുരുക്കമായി നോക്കുവാൻ പോകുന്നു. We sitting here are also directly involved in that battle, as we will see now. We who are seated here are also going to be involved in that battle. ഇപ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നാമും ആ യുദ്ധത്തിൽ പങ്കാളികളായി തീരുവാൻ പോകുന്നു. Now there are two world wars have already been fought. രണ്ട് ലോകമഹായുദ്ധങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. One more world war will take place shortly. ഒരു ലോകയുദ്ധം കൂടി വേഗത്തിൽ നടക്കും. That's the third world war. ഒരു മൂന്നാം ലോകമഹായുദ്ധം. And then there's going to be a fourth world war. അതിനുശേഷമായി ഒരു മൂന്നാം ലോകമഹായുദ്ധം കൂടെ സംഭവിക്കുവാൻ പോകുന്നു. Fourth. നാലാം ലോകമഹായുദ്ധം കൂടെ നടക്കുവാൻ പോകുന്നു. And that is this battle of Armageddon. അതാകുന്നു ഈ ഹർമഗദ്ദോൻ യുദ്ധം. So the Bible speaks many things about this battle of Armageddon. ആകയാൽ ഈ ഹർമഗദ്ദോൻ യുദ്ധത്തെക്കുറിച്ച് ബൈബിൾ അനേക കാര്യങ്ങൾ പറയുന്നു. Now I want to tell you just one example about the way the Bible presents itself before world events, about what's happening in the world. ഈ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് മുൻപാകെ ബൈബിൾ എങ്ങനെ തുറന്നു കാട്ടപ്പെടുന്നു അഥവാ അതിനെക്കുറിച്ച് ബൈബിൾ എങ്ങനെ പറയുന്നു എന്നുള്ളതിനെ കുറിച്ച് പറയട്ടെ. In other words, how the Bible is compatible with what's going on today. It's accurate in predictions. ഇന്ന് നടക്കുന്നതായ സംഭവങ്ങളുമായി ബൈബിൾ പ്രവചനങ്ങൾ എങ്ങനെ പൊരുത്തപ്പെടുന്നു അഥവാ ബൈബിൾ എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്ന് നമുക്ക് നോക്കാം. Now you look at the chart in front of you. ഇപ്പോൾ നിങ്ങളുടെ മുൻപാകെ ഉള്ളതായ ചാർട്ടിലേക്ക് നോക്കുക. Look at this small patch of land. നോക്കുക, ആ ചെറിയ ഒരു ഭൂപ്രദേശത്തെ ശ്രദ്ധിക്കുക. That is Israel. അതാകുന്നു ഇസ്രായേൽ. Now you look at that Israel. ഇപ്പോൾ ഇസ്രായേലിനെ നോക്കുമ്പോൾ and look at this patch of land. ഇവിടെ കാണിക്കുന്ന ഈ ഭൂപ്രദേശം നോക്കുക. Compare the size of India with Israel.
ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും വലിപ്പത്തെ തമ്മിൽ താരതമ്യം ചെയ്യുക. Such a small country Israel is. ഇത്രത്തോളം വളരെ ചെറിയ ഒരു രാജ്യമാണ് ഇസ്രായേൽ. You know, Israel is only half the size of Kerala. നോക്കുക, ഇസ്രായേൽ കേരളത്തിന്റെ പകുതി വലിപ്പം മാത്രമേ ഉള്ളൂ. Such a small country. ഇത്രയും ചെറിയൊരു രാജ്യം. You look at World War I, Israel is there. നോക്കുക, ഒന്നാം ലോക മഹായുദ്ധത്തിൽ നോക്കുക, അവിടെ ഇസ്രായേലുണ്ട്. World War II, Israel is there. One of the major countries in those battles. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നോക്കുക, അതിൽ സുപ്രധാനമായി പങ്കുവഹിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇസ്രായേലും. The First World War was stopped by a Jew. ഒന്നാം ലോക മഹായുദ്ധം ഒരു യഹൂദനാൽ നിർത്തപ്പെട്ടു. In the Second World War, 60 lakhs Jews were killed by Hitler. രണ്ടാം ലോക മഹായുദ്ധത്തിൽ 60 ലക്ഷം യഹൂദന്മാർ ഹിറ്റ്ലറിനാൽ കൊല്ലപ്പെട്ടു. If a third world war is fought, it's going to start between Iran and Israel, or Turkey and Israel, some Islamic country with Israel. മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോൾ തുർക്കി അല്ലെങ്കിൽ ഇറാൻ തുടങ്ങിയതായ ചില ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഇസ്രായേലും തമ്മിലായിരിക്കും. In the fourth world war, again Israel is going to be there. നാലാം യുഗ മഹായുദ്ധത്തിൽ അവിടെയും ഇസ്രായേലുണ്ട്. Now the question comes, Israel is such a small country. ഇപ്പോൾ ചോദ്യം വരുന്നത്, ഇത്രത്തോളം ഒരു ചെറിയ രാജ്യമായ ഇസ്രായേൽ, Why is Israel so important? എന്തിന് ഇസ്രായേലിന് ഇത്രത്തോളം പ്രാധാന്യമുണ്ട്? Why is everybody hating Israel? എന്തുകൊണ്ട് എല്ലാവരും ഇസ്രായേലിനെ ഇത്രത്തോളം വെറുക്കുന്നു? You look at the neighboring countries of Israel. ഇസ്രായേലിന്റെ അയൽ രാജ്യങ്ങളെ നോക്കിയാൽ Next to Israel is a country called Jordan. ഇസ്രായേലിന് തൊട്ടടുത്ത് യോർദാൻ എന്നൊരു രാജ്യം. And behind that you see a big country called Iraq. അതിന് പുറകിലായി ഒരു വലിയ രാജ്യം ഇറാഖ്. Behind that big Iran. അതിന്റെ പുറകിൽ ഒരു വലിയ ഇറാൻ. And the north of it you see Syria. അതിന്റെ വടക്ക് ഭാഗത്ത് സിറിയ. All huge countries, many times bigger than Israel. ഇവയെല്ലാം തന്നെ ഇസ്രായേലിനേക്കാൾ പല മടങ്ങ് വലിപ്പമുള്ള വലിയ രാഷ്ട്രങ്ങൾ. All of them unitedly hate Israel. ഇവയെല്ലാം തന്നെ ഒത്തുചേർന്ന് ഇസ്രായേലിനെ വെറുക്കുന്നു. You know, in none of the Arab maps Israel is there. നിങ്ങൾക്കറിയാമോ, അറബ് രാഷ്ട്രങ്ങളുടെ ഭൂപടങ്ങളിൽ ഒന്നും തന്നെ ഇസ്രായേൽ ഇല്ല. Iran, the president of Iran has said more than once, Israel should be wiped out of the world map. ഇറാൻ പ്രസിഡന്റ് ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റണം. But the Bible's main focus is on Israel. എന്നാൽ ബൈബിൾ അതിന്റെ ശ്രദ്ധ കൂടുതലായി പതിപ്പിക്കുന്നത് ഇസ്രായേലിലാകും. Literally and spiritually, Bible focuses on Israel. അക്ഷരീകമായും ആത്മീകമായും ബൈബിളിന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇസ്രായേലിലാകുന്നു. In reality, in today's world, Israel is such a major country in focus. യാഥാർത്ഥ്യമായി നോക്കിയാൽ ഈ നാളുകളിലും ഇസ്രായേൽ എന്നത് എല്ലാ ശ്രദ്ധയ്ക്കും കേന്ദ്രീകൃതമായ ഒരു പ്രധാന രാജ്യമാകുന്നു. In the same map, അതേ മാപ്പിൽ there is a place called Turkmenistan. തുർക്ക്മെനിസ്ഥാൻ എന്നൊരു രാജ്യമുണ്ട്. There's a place called Uzbekistan. ഉസ്ബെക്കിസ്ഥാൻ എന്നൊരു സ്ഥലമുണ്ട്. They are many times bigger than Israel, but you and I wouldn't have heard such names. But nobody is there who doesn't know Israel. അത് ഇസ്രായേലിനേക്കാൾ എത്രയോ മടങ്ങ് വലിപ്പമുള്ള രാജ്യങ്ങളാണെങ്കിൽ തന്നെയും മിക്കപേരും ആ പേരുകൾ കേട്ട് കാണുകയില്ല. എന്നാൽ നമ്മിൽ പലരും ഇസ്രായേൽ എന്ന പേര് കേൾക്കാതിരുന്നിരിക്കുകയുമില്ല. So when the Bible is focusing on Israel and Jerusalem, and in reality Israel and Jerusalem are in focus in the world around us, is something to think about. ആകയാൽ ബൈബിൾ തന്റെ ശ്രദ്ധ ഇസ്രായേലിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതുപോലെ യാഥാർത്ഥ്യമായി നോക്കിയാൽ ഇന്നും ഇസ്രായേലിനും യെരൂശലേമിനും വലിയ ശ്രദ്ധ കിട്ടുന്നുണ്ട്. നാം അതിനെക്കുറിച്ച് കരുതൽ പുലർത്തേണം. In 1967, 1967 4 neighboring countries of Israel fought against Israel. ഇസ്രായേലിന്റെ 4 അയൽ രാജ്യങ്ങൾ അതിന് വിരോധമായി യുദ്ധം ചെയ്തു. Before they could start the fight, Israel won the battle. അവർക്ക് യുദ്ധം തുടങ്ങുന്നതിന് മുൻപായി തന്നെ ഇസ്രായേൽ യുദ്ധം ജയിച്ചു. In 6 days the war was over. The 4 countries surrendered. 6 നാളുകളിൽ യുദ്ധം കഴിഞ്ഞു. 4 രാജ്യങ്ങളും തോറ്റുമുട്ടുമടക്കി. So how did that happen? ഇതെങ്ങനെ സംഭവിച്ചു? That's why all the nations around Israel are angry. അതുകൊണ്ടാണ് ഇസ്രായേലിന് ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളും കോപാകുലരായിരിക്കുന്നത്. They are looking for a chance to pounce on Israel, to get rid of Israel. ഇസ്രായേലിനെ തുടച്ചു മാറ്റുവാൻ, തച്ചു തകർക്കുവാനുള്ള ഒരു അവസരത്തിനായി കാത്തിരിക്കുന്നു. Supposing that small boy there, he comes to fight with me. ഉദാഹരണമായി അവിടെ ഇരിക്കുന്നതായ ഒരു കൊച്ചു ബാലൻ അവൻ എന്നോട് വഴക്കിടുവാൻ വരുന്നിരിക്കട്ടെ. He shouts bad words at me. അവൻ എന്നോട് ഉച്ചത്തിൽ അലറിക്കൊണ്ട് യുദ്ധം ചെയ്യുവാൻ വരും. I lose my temper and I get angry and I roll up my sleeves and say, how dare he speak that against me? ഞാൻ വളരെ കോപാകുലനായി എന്റെ ഷർട്ടിന്റെ കൈയൊക്കെ ചുറ്റി വച്ചിട്ട് ഇവൻ എത്രത്തോളം എന്നോട് ഇങ്ങനെ സംസാരിക്കുവാൻ ധൈര്യം വന്നു എന്ന് പറഞ്ഞ് എന്റെ കോപം വർദ്ധിക്കുന്നു. What will you all say? നിങ്ങൾ എന്തായിരിക്കും പറയുക? The small boy, brother, leave him alone. Why do you get angry? ഒരു കൊച്ചു പയ്യനല്ലേ ബ്രദർ, എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നത്? അവനെ അങ്ങ് വിട്. Like that, we can ask the neighboring country, small Israel, let him shout or do anything, leave him alone. Why are you getting angry?
അതുപോലെ നമുക്ക് ചുറ്റിലുമുള്ള വലിയ രാജ്യങ്ങളോട് ചോദിക്കാം, ആ രാജ്യം ഇങ്ങനെ ഒച്ചയുണ്ടാക്കട്ടെ, ബഹളമുണ്ടാക്കട്ടെ, എന്തിനാണ് അതിനോട് ഇത്രയും കോപിക്കുന്നത്? അതിനെ വെറുതെ വിടുക. Such a small country, why is everyone getting angry? ഇത്രയും ചെറിയ രാജ്യമാണല്ലോ, നിങ്ങൾ എല്ലാവരും അതിനോട് എന്തിനു കോപിക്കുന്നു? Why is everyone competing for Israel and saying we want to wipe out the Jews, we want that land? ഇസ്രായേലിനെ തുടച്ചു മാറ്റിയിടണം, ആ രാജ്യം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്തുകൊണ്ട് അതിനോട് മത്സരിക്കുന്നു? We are going to see more of that. അതിനെക്കുറിച്ച് അധികമായി കാണാം. Why Israel and why Jerusalem is so important? എന്തുകൊണ്ടാണ് ഇസ്രായേലും യെരൂശലേമും ഇത്രത്തോളം പ്രാധാന്യമുള്ളതായിരിക്കുന്നത്? Jerusalem is a very small country, just 48 square miles. യെരൂശലേം 48 ചതുരശ്ര കിലോമീറ്റർ വലിപ്പമുള്ള ഒരു ചെറിയ സ്ഥലമാകുന്നു. So this Jerusalem is going to be very important in this fourth world war, the battle of Armageddon. നാലാമത്തെ ലോകമഹായുദ്ധമായ ഹർമഗദ്ദോൻ യുദ്ധത്തിൽ ഈ യെരൂശലേം വലിയൊരു പ്രാധാന്യം വഹിക്കുവാൻ പോകുന്നു. Now when is this battle going to take place? എപ്പോഴാകുന്നു ഈ യുദ്ധം നടക്കുവാൻ പോകുന്നത്? Very soon Jesus will come. എത്രയും വേഗത്തിൽ യേശു വരും. After that, for 7 years, one man will rule the world. അതിനുശേഷം 7 വർഷം ഒരു മനുഷ്യൻ, ഒരൊറ്റ മനുഷ്യൻ ലോകത്തെ ഭരിക്കും. He's going to take control over all the countries of this world. അവൻ ഈ ലോക രാജ്യങ്ങളുടെ നിയന്ത്രണമെല്ലാം ഏറ്റെടുക്കും. For 7 years he will rule. 7 വർഷം അവൻ ഭരണം നടത്തും. At the end of the 7 years there will be a big war. ആ 7 വർഷത്തിന്റെ ഒടുവിലായി ഒരു മഹായുദ്ധമുണ്ടാകും. That's the battle of Armageddon. അതാകുന്നു ഹർമഗദ്ദോൻ So യുദ്ധം. we are going to see who will participate, how that war will be, where it will be, and so on. അതിൽ ആര് പങ്കെടുക്കും, അതെവിടെയായിരിക്കും, എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പിന്നീട് നോക്കാം. Now this fourth world war or the battle of Armageddon is more important than the 3 world wars before it. ഇപ്പോൾ ഈ ഹർമഗദ്ദോൻ എന്നതായ നാലാമത്തെ ലോകമഹായുദ്ധം എന്നത് ഇതിനു മുൻപേ സംഭവിച്ചതായ 3 ലോകമഹായുദ്ധങ്ങളെക്കാൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതാകുന്നു. There are 4 reasons for saying this. ഇങ്ങനെ പറയുന്നതിന് 4 കാരണങ്ങളുണ്ട്. Why is this fourth world war very important compared to the previous 3 world wars? ഇതിനു മുൻപേ നടന്ന 3 ലോകമഹായുദ്ധങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ നാലാമത്തെ യുദ്ധം എന്തുകൊണ്ട് ഇത്രത്തോളം പ്രാധാന്യം നേടുന്നു? ഒന്നാമത്തെ കാരണം, this world war is not like the other 3. This world war is a spiritual, physical world war. ഈ ലോകമഹായുദ്ധം എന്നത് മറ്റു 3 പോലെയല്ല, ഇത് അക്ഷരികമായും ആത്മീകമായും ഉള്ളൊരു യുദ്ധമാണ്. You look at the last picture on the chart. ഈ ചാർട്ടിലെ അവസാനത്തെ ചിത്രം നോക്കുക. That's an artist's drawing of the battle of Armageddon. ഹർമഗദ്ദോൻ യുദ്ധത്തെ കുറിച്ച് ഒരു ചിത്രകാരൻ വരച്ചതാകുന്നു ഇത്. Down here you see an army. ഇവിടെ താഴെ നമുക്കൊരു സൈന്യത്തെ കാണാം, headed by the Antichrist. അത് എതിർ ക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്നു. Here you see another army headed by Jesus Christ. ഇവിടെ യേശു നേതൃത്വം കൊടുക്കുന്ന ഒരു മറ്റൊരു സൈന്യത്തെ കാണാം. So it's a spiritual, physical war because God and Satan are personally involved in this battle. ഇത് ആത്മീകമായും ശാരീരികവുമായുള്ള ഒരു യുദ്ധമാണ്. എന്തുകൊണ്ടെന്നാൽ കർത്താവും സാത്താനും വ്യക്തിപരമായി തന്നെ യുദ്ധത്തിൽ ഇടപെടുന്നു. So because they are directly involved, it's a spiritual, physical battle. ഇവർ നേരിട്ട് ഈ യുദ്ധത്തിൽ പങ്കാളികളാകുന്നത് കൊണ്ട് ഇത് ആത്മീകമായും ശാരീരികമായുമുള്ള ഒരു യുദ്ധമാണ്. So in the Antichrist, Satan is there. ആകയാൽ എതിർ ക്രിസ്തുവിനുള്ളിൽ സാത്താനുണ്ട്. And with him there are so many demons. We just read in the key verse how 3 frog spirits go out into the world to deceive people and gather them to the battle. So there are other unclean spirits involved in this battle. ഈ യുദ്ധത്തിൽ പങ്കാളികളായിരിക്കുന്ന മറ്റു പല ദുരാത്മാക്കളുമുണ്ട്. നാം ഇപ്പോൾ വായിച്ചതായ കുറിവാക്യത്തിൽ ദുരാത്മാക്കളായി 3 അശുദ്ധാത്മാക്കൾ വരുന്നത് കാണുന്നു കണ്ടല്ലോ. ഇങ്ങനെ അനേക ദുരാത്മാക്കൾ ഇതിൽ പങ്കാളികളാകുന്നു. Not only that, മാത്രമല്ല in the army of the Antichrist, he's gathered crores of people with him to fight this battle. ഈ എതിർ ക്രിസ്തുവിന്റെ സൈന്യത്തിൽ ഈ യുദ്ധം ചെയ്യുവാനായി അവൻ കൂടാനുകൂടി ആളുകളെയും ചേർത്തിട്ടുണ്ട്. All these people, all these members of the army of the Antichrist are demon possessed. ഈ സൈന്യത്തിലുള്ളതായ എതിർ ക്രിസ്തുവിന്റെ യുദ്ധത്തിന്റെ സേനാംഗങ്ങൾ എല്ലാവരും തന്നെ ഭൂതബാധിതരാകുന്നു. When I say demon possessed, I mean demon possessed. പിശാച് പിടിച്ചവരെന്ന് ഞാൻ പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് അർത്ഥമാക്കുന്നത്. They're all full of demons inside and they're going to fight against Christ and his army. അവരെല്ലാവരും തന്നെ ഉള്ളിൽ പിശാച് നിറഞ്ഞവരായി ക്രിസ്തുവിനും അവന്റെ സേനയ്ക്കും എതിരായി പോരാടുവാൻ വരുന്നു. We will come into the details of this later as the study is progress in these days. ഈ നാളുകളിൽ നമ്മുടെ പഠനം മുന്നേറുമ്പോൾ നാം ഇതിനെക്കുറിച്ച് വിശദമായി പിന്നീട് ചിന്തിക്കുന്നതാണ്. So you see, demons and God are personally involved in this battle. That's why it's a spiritual, physical battle. That's why it is important. ആകയാൽ ഈ യുദ്ധത്തിൽ നമുക്ക് ദൈവത്തെയും കാണാം, പിശാചുക്കളും ഇതിൽ വ്യക്തിപരമായ നിലയിൽ ഇടപെടുന്നു. ഇത് ഒരു ആത്മീകമായും ശാരീരികമായുമുള്ളതായ ഒരു യുദ്ധമാണ്. ആകയാൽ ഈ നിലയിൽ ഇത് വളരെ പ്രാധാന്യം നേടുന്നു. Thirdly,
Secondly, രണ്ടാമത്, God, in this battle, God is going to take control of Jerusalem. ഈ യുദ്ധത്തിൽ ദൈവം യെരൂശലേമിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും. Now I told you everybody hates Jerusalem, everybody wants Jerusalem. ഞാൻ മുമ്പേ പറഞ്ഞുവല്ലോ, എല്ലാവരും യെരൂശലേമിനെ വെറുക്കുന്നു, എല്ലാവർക്കും അതിന് വേണം. Why is it? കാരണം എന്താണ്? Jerusalem is a very important city for three major monotheistic religions in this world. ഈ ലോകത്തിൽ നാം കാണുന്നതായ പ്രധാനപ്പെട്ടതായ ഏകദൈവ വിശ്വാസമുള്ളതായ മൂന്ന് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു നഗരമാണ് യെരൂശലേം. One is Judaism. ഒന്ന് യഹൂദമതം. The second is Islam. രണ്ടാമത് ഇസ്ലാം. The third is Christianity. മൂന്നാമത്തേത് ക്രിസ്ത്യാനിറ്റി. For all three religions, Jerusalem is very important. ഈ മൂന്ന് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം യെരൂശലേം പ്രാധാന്യമുള്ളത്. For Judaism, this religion of the Jews, Jerusalem is important because their temple is there, and that's where their temple was always built. Now it's not there, but that's the site of their holy temple where God said, it is in this place that you should declare my name. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം യഹൂദ മതത്തിന്റെ ആലയം ഉണ്ടായിരുന്ന സ്ഥലമാണ് യെരൂശലേം. അവരുടെ ആ വിശുദ്ധാലയം ആ സ്ഥലത്തുണ്ടായിരുന്നത് കൊണ്ട് അവരവിടെ അത് പണിയുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് പറഞ്ഞു, എന്റെ നാമം സ്ഥാപിക്കുവാൻ ഞാൻ ഈ സ്ഥലം തിരഞ്ഞെടുത്തിരിക്കുന്നു. So for them Jerusalem is very important. ആകയാൽ അവർക്ക് യെരൂശലേം വളരെ പ്രധാനപ്പെട്ടതാകുന്നു. In that war that I told you about in 1967, Israel captured Jerusalem, which was in the control of other people's hands till then. ഞാൻ നിങ്ങളോട് മുൻപേ പറഞ്ഞതുപോലെ 1967 ആണ്ടിൽ മറ്റുള്ളവരുടെ കൈക്കലായിരുന്ന യെരൂശലേമിന്റെ നിയന്ത്രണം ഇസ്രായേൽ പിടിച്ചടക്കി. For centuries, Jerusalem has not been in the hands of Israel. എത്രയോ നൂറ്റാണ്ടുകളായി യെരൂശലേം ഇസ്രായേലിയരുടെ കൈവശമായിരുന്നില്ല. You know, in Bible history, how the Egyptians, then the Assyrians, and then the Babylonians, the Medo-Persians, the Greeks, the Romans, one after the other started taking control of Jerusalem. നാം ബൈബിളിൽ നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഈ യെരൂശലേമിന്റെ നിയന്ത്രണം ഒന്നിൻ പിറകെ മറ്റൊന്നായി ഈജിപ്ഷ്യരും അരാമ്യരും ബാബിലോന്യരും മറ്റുവിധമായ സാമ്രാജ്യങ്ങൾ എല്ലാവരും ഇവരുടെ നിയന്ത്രണം ഏറ്റെടുത്തിരുന്നു. After that, the Byzantines, the Turks, the Britishers, one after the other, they started controlling Jerusalem. അതിനുശേഷമായി തുർക്കികളും ബ്രിട്ടീഷുകാരും ഒക്കെയും even though they got their independence in 1948, 1948 അവർക്ക് സ്വാതന്ത്ര്യം ലഭ്യമായി എങ്കിൽ തന്നെയും only part of Jerusalem was in their control. യെരൂശലേം ഭാഗികമായി മാത്രമേ അവരുടെ നിയന്ത്രണത്തിലായിരുന്നുള്ളൂ. It was in this 1967 6-day war that they got all of Jerusalem. 1967 ഈ 6 ദിന യുദ്ധത്തിലാണ് അവർ യെരൂശലേമിന്റെ മുഴുവൻ നിയന്ത്രണവും പിടിച്ചടക്കിയത്. Today the Israelites say that Jerusalem is their capital, but the UN, the United Nations organization, says no, we won't agree. That's a controversial land. Tel Aviv is your capital. ഇന്ന് ഇസ്രായേൽ യെരൂശലേമാണ് തങ്ങളുടെ തലസ്ഥാന നഗരമെന്ന് പറയുമ്പോൾ ഐക്യരാഷ്ട്ര സംഘടന പറയുന്നത് അതൊരു തർക്കസ്ഥലമാകയാൽ അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, നിങ്ങളുടെ തലസ്ഥാനം ടെൽ അവീവ് ആയിരിക്കും. So even today this Jerusalem is under controversy. ആകയാൽ ഇന്നും യെരൂശലേം ഒരു തർക്ക വിഷയമായിരിക്കുന്നു. So of these three monotheistic religions, you see now Jerusalem is a problem for Judaism. ആകയാൽ ഇപ്പോൾ ഈ 3 ഏകദൈവ വിശ്വാസമുള്ള മതങ്ങളിൽ യെരൂശലേം യഹൂദ മതത്തിന് പ്രധാനപ്പെട്ടതെന്ന് കണ്ടു. So they want it. അവർക്ക് അതിനെ വേണം. Secondly, the Muslims also want it. രണ്ടാമതായി മുസ്ലിംകൾക്കും അത് വേണം. You know why? കാരണം അറിയാമോ? One, because of these wars that are going on for many ages. എത്രയോ കാലങ്ങളായി ഈ യുദ്ധം ഇങ്ങനെ നടന്നു പോകുന്നു. From the Old Testament Bible times these wars are taking place. എപ്പോഴാണെന്ന് നോക്കിയാൽ ഈ യുദ്ധം പഴയ നിയമകാലം മുതൽ തന്നെ ആരംഭിച്ചതാണ്. Now for Islam, Jerusalem is an important country because they claim that their last prophet Muhammad was ascended to heaven from Jerusalem. ഇസ്ലാമിയരെ സംബന്ധിച്ചിടത്തോളം യെരൂശലേം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അവർ പറയുന്നതിന്റെ കാരണം അവരുടെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് താൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത് ഈ യെരൂശലേമിൽ നിന്നായിരുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു. And their third most important place of worship is there in Jerusalem. അവരുടെ ആരാധനാ സ്ഥലങ്ങളിൽ മൂന്നാമത്തേതായി ആരാധനാ സ്ഥലം അത് യെരൂശലേമിൽ കാണപ്പെടുന്നു. So the Muslims want it. ആകയാൽ മുസ്ലിംകൾക്ക് അത് വേണം. The Christians want it because Jesus was born there and died there. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം യെരൂശലേം എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു അവിടെയാകുന്നുവല്ലോ. He wasn't born there. That's why he served and died finally. കർത്താവായ യേശു അവിടെ ശുശ്രൂഷ ചെയ്ത് ഒടുവിൽ അവൻ അവിടെ മരിച്ചു. And even the previous centuries, the Roman Catholics held crusades and
killed so many Jews to try to capture Jerusalem. മുന്നൂറ്റാണ്ടുകളിൽ റോമൻ മതം അവിടെ വലിയ Crusades, wars, holy wars. അവർ വലിയ അവിശുദ്ധ യുദ്ധങ്ങൾ നടത്തി ആ സ്ഥലം പിടിച്ചെടുക്കുവാൻ എത്രയോ യഹൂദന്മാരെ So കൊന്നൊടുക്കുകയുണ്ടായി. now you see why Jerusalem, though it's a small city, is so important for crores in this world. ആകയാൽ യെരൂശലേം ഒരു ചെറിയ നഗരമായിരിക്കെ തന്നെ ഈ ലോകത്തിലുള്ള കോടാനുകോടി ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. So Israel wants it, ആകയാൽ ഇസ്രായേലിനത് വേണം, Islam wants it, ഇസ്ലാം മതത്തിനത് വേണം, Christianity wants it, ക്രിസ്ത്യാനിത്വത്തിനും അത് വേണം, the Antichrist wants it. എതിർ ക്രിസ്തുവിനത് വേണം. We're going to see that. അതിനെക്കുറിച്ച് നോക്കാം. China is going to try to take control of Jerusalem. You're going to see that also. ചൈനയ്ക്കും യെരൂശലേമിന്റെ നിയന്ത്രണം വേണമെന്നുണ്ട്. അതിനെക്കുറിച്ചും പിന്നീട് So നോക്കാം. everyone is competing for Jerusalem, but in this battle of Armageddon, God is saying nobody's going to have it. I'm going to have it, and He'll take control of Jerusalem. യെരൂശലേമിന്റെ നിയന്ത്രണത്തിന് വേണ്ടി എല്ലാവരും മത്സരിക്കുമ്പോൾ ഈ യുദ്ധത്തിൽ കർത്താവ് പറയും, അതിന്റെ നിയന്ത്രണം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയില്ല, അതിന്റേതായി തീരും. So in this Jerusalem is going to be the world capital, the world headquarters in that 1,000-year reign after the Antichrist regime. എതിർ ക്രിസ്തുവിന്റെ ഭരണം കഴിഞ്ഞിട്ടുള്ളതായ 1000 ആണ്ട് വാഴ്ചയിൽ ആഗോള തലസ്ഥാനമായി യെരൂശലേം മാറ്റപ്പെടും. Thirdly, the മൂന്നാമത്, third reason why this battle is important. ഈ യുദ്ധത്തിന് ഇത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് പറയുന്നതിന്റെ മൂന്നാമത്തെ കാരണം, It's going to be a battle that ends all battles. അത് എല്ലാ യുദ്ധങ്ങൾക്കും അന്ത്യം കുറിക്കുന്ന ഒരു യുദ്ധമായി തീരും. For example, in this last century, you've seen this last century has seen more bloodshed in this world than all the other centuries put together. ഈ അവസാനത്തെ നൂറ്റാണ്ടിനെ നമ്മൾ നോക്കിയാൽ മറ്റെല്ലാ നൂറ്റാണ്ടുകളിലും നടന്നതായ രക്തച്ചൊരിച്ചിലുകളെ ഒരുമിച്ച് കൂട്ടിയാൽ അതിനേക്കാൾ അധികം രക്തച്ചൊരിച്ചിൽ ഈ നൂറ്റാണ്ടിൽ നടന്നിട്ടുണ്ട്. The 4 world wars that I spoke to you about will all take place in the span of 100 years, 1 century. നോക്കുക, ഞാൻ മുൻപേ പറഞ്ഞ ഈ ലോകമഹായുധങ്ങളും തന്നെ ഒരു നൂറ്റാണ്ടിൽ ഒരു 100 വർഷത്തിന്റെ ആ ഇടവേള വിട്ട് സംഭവിക്കും. In the tribulation period, ഉപദ്രവകാലത്തിൽ there's going to be so much of battle going on that today the population of this world is a little more than 600 crores. ഇന്നത്തെ ലോക ജനസംഖ്യ എന്ന് പറയുമ്പോൾ അത് 600 കോടിയേക്കാളും അല്പമധികമാണ്. But it's going to be less than half because of so much of death going to take place in the tribulation period. എന്നാൽ ഉപദ്രവകാലത്തിലെ ആ യുദ്ധങ്ങൾ മരണങ്ങൾ നിമിത്തമായി അത് അതിന്റെ പകുതിയിലും അധികമായി കുറഞ്ഞു പോകും. Which means in the 300 years, in the 7 years of tribulation period, more than 300 crores of people are going to die. ഈ 7 വർഷത്തെ ഉപദ്രവകാലത്തിൽ 300 കോടിയിൽ പരം ആളുകൾ മരിക്കും. And here's the bad news. Here's the bad news. ഇവിടെയാകുന്ന ഒരു ദുർവർത്തമാനം, Many in India are going to die. ഭാരതത്തിലുള്ള അനേകർ മരിക്കുവാൻ പോകുന്നു. There are clues for that from the Bible itself. ബൈബിളിൽ തന്നെ അതിനുള്ളതായ തെളിവുകളുണ്ട്. We'll see that in the days to come. അത് വരുവാനുള്ള നാളുകളിൽ നമുക്ക് നോക്കാം. So although thousands and thousands and millions have been dying through this century, this 4th battle will be the battle that will put an end to bloodshed. എത്രയോ നൂറ്റാണ്ടുകളായി എത്രയോ ജനങ്ങൾ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുവെങ്കിലും ഈ ഹർമഗദോൻ യുദ്ധത്തിലൂടെ ഈ യുദ്ധങ്ങൾക്കെല്ലാം ഒരു അന്ത്യം കുറിക്കപ്പെടും. So in this century and the last century, we've been seeing battles and battles and battles and millions dying. But this war will end those battles. After that, for 1,000 years, not one battle in this world. ഈ നൂറ്റാണ്ടിലും കഴിഞ്ഞ നൂറ്റാണ്ടിലുമായി എത്രയോ യുദ്ധങ്ങൾ നടന്ന് ദശലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ ഈ 4ാമത്തെ ലോകമഹായുദ്ധത്തോടുകൂടി യുദ്ധങ്ങൾക്ക് ഒരു അന്ത്യം കുറിക്കപ്പെടും. പിന്നീട് 1000 വർഷത്തേക്ക് യുദ്ധമേ ഉണ്ടാവുകയില്ല. After that, there'll be just one final battle, and then this universe will disappear. അതിനുശേഷമായി ഒരേ ഒരു അന്തിമ യുദ്ധം, അതിനുശേഷം ഈ പ്രപഞ്ചം തന്നെ അപ്രത്യക്ഷമാകും. The 4th reason why this battle is important. ഈ യുദ്ധത്തിന് പ്രാധാന്യമുള്ളതിന്റെ 4ാമത്തെ കാരണം, through this battle there'll be a great cleansing in the land. ഈ യുദ്ധത്തിലൂടെ ദേശത്തൊരു വലിയ ശുദ്ധീകരണം ഉണ്ടാകും. That means now we know how sin is increasing. ഇന്ന് പാപം എങ്ങനെ പെരുകുന്നു എന്ന് നമുക്കറിയാം. How new founded religions are increasing. പുതുതായി നൂതന മതങ്ങൾ ആവിർഭവിക്കുന്നതും കാണുവാൻ. We know how Satanism is increasing. സാത്താന്യ മതവും എങ്ങനെ വർദ്ധിക്കുന്നു എന്ന് നമുക്കറിയാം. We know how worldliness is increasing. ലൗകികത പെരുകുന്നതും നമുക്കറിയാം. But with this world war,
this whole world will be cleansed of sin and Satanism and worldliness and every other false religion in this world. എന്നാൽ നാലാമത്തെ ഈ ലോകമഹായുദ്ധത്തോടുകൂടി ഇന്ന് ലോകത്തിൽ കാണുന്ന പാപം, സാത്താന്യ മതം, ലൗകികത, ഈ ലോകത്തിലെ തെറ്റായ പ്രവണതകളെല്ലാം തന്നെ തുടച്ചു മാറ്റപ്പെട്ട് ഒരു ശുദ്ധീകരണം ഉണ്ടാകും. The Quran says that finally a time will come when every other religion will be removed from this world and Islam will be the world religion. ഖുർആൻ പ്രകാരം പറയുന്നുണ്ട്, ആദ്യ നാളുകളിൽ ലോകത്തിലെ മറ്റു മതങ്ങളെല്ലാം മാറ്റപ്പെട്ട് ഈ ഇസ്ലാം മാത്രം ഈ ലോകത്തിന്റെ മതമായി മാറ്റപ്പെടും. The Bible says no, every other religion will go out and Jesus will rule in this world with his saints and Christianity will be the world religion. ബൈബിൾ പറയുന്നത് അങ്ങനെയല്ല, മറ്റു മതങ്ങളെല്ലാം തുടച്ചു മാറ്റപ്പെടും, കർത്താവായ യേശുവും തന്റെ വിശുദ്ധന്മാരുമായി ഭരണം നടത്തും, ക്രിസ്ത്യാനിത്വം മാത്രമേ ലോകത്തിലുണ്ടാകൂ. So we will wait and see which is going to be true. നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായിരിക്കും സത്യമെന്ന്. So in this final battle, it's a battle between good and evil, this fourth world war, this battle of Armageddon. And now today evil seems to be having the upper hand, but with that battle good will triumph over evil. ഈ നാലാമത്തെ ലോകമഹായുദ്ധം അഥവാ അന്തിമ യുദ്ധം എന്ന് പറയുമ്പോൾ അത് നന്മയ്ക്കും തിന്മയ്ക്കും എതിരെയുള്ളതായ ഒരു യുദ്ധമാണ്. ഈ നാളുകളിൽ എല്ലാ പോരാട്ടങ്ങളിലും തിന്മ മേൽക്കൈ നേടുന്നതായി നമുക്ക് കാണാം. എന്നാൽ ഈ ഒടുവിലത്തെ ഈ യുദ്ധത്തിൽ നോക്കിയാൽ നന്മയ്ക്കായിരിക്കും സമ്പൂർണ്ണ ജയം. With these four reasons we understand why this battle is very crucial, very important. ഈ യുദ്ധം എത്രത്തോളം നിർണായകമാണ്, എത്രത്തോളം പ്രാധാന്യമാണ് എന്നുള്ളതിന് ഈ 4 കാരണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. The next question, അടുത്ത ചോദ്യം, the first question that we saw is why this battle is important. ഈ യുദ്ധത്തിന് ഇത്രത്തോളം പ്രാധാന്യമുള്ളത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി. The second question is, രണ്ടാമത്തെ ചോദ്യം, why does this battle take place? What is it that causes this battle? എന്തുകൊണ്ട് ഈ യുദ്ധം നടക്കുന്നു, ഇതിന്റെ കാരണം, ഇതിന്റെ പിന്നിലെ കാരണമെന്ത്? You know, when Jesus came, the Israelites, instead of recognizing him, called him an impostor, that means a false Messiah, and they crucified him. കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ ഇസ്രായേലിയർ അവനെ തിരിച്ചറിഞ്ഞില്ല. അവനൊരു കള്ളപ്രവാചകൻ എന്ന് പറഞ്ഞ്, കള്ളനായ മശീഹ എന്ന് പറഞ്ഞ് അവനെ ക്രൂശിച്ചു. Till today the Israelites are waiting for the Messiah. ഇന്ന് വരെയും ഇസ്രായേലിയർ മശീഹായ്ക്കായി കാത്തിരിക്കുന്നു. So when the Antichrist comes into power, എതിർ ക്രിസ്തു അധികാരത്തിലേക്ക് വരുമ്പോൾ he's going to stop the third world war and thus rise into popularity. അവൻ മൂന്നാം ലോകത്തെ നിർത്തും, അങ്ങനെ അവൻ ജനപ്രീതി ആർജിക്കും. So in the third world war all the nations are going to go against Israel. ആകയാൽ ഈ മൂന്നാമത്തെ ലോകമഹായുദ്ധത്തിൽ എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിന് പിന്നാലെ പോകും. And when the planes are about to drop bombs on Israel and destroy Israel, എല്ലാ സ്ഥലങ്ങളും ചേർന്ന് ഇസ്രായേലിൽ ബോംബിട്ട് അതിനെ പൂർണ്ണമായി നശിപ്പിക്കത്തക്കതായ സാഹചര്യം വരുന്ന ക്ഷണത്തിൽ it's this Antichrist that comes up and brings a peaceful solution so that nobody is hurt. ഈ നിർണായകമായ സമയത്ത് ഈ എതിർ ക്രിസ്തു വന്ന് അവൻ ആ യുദ്ധത്തിനുള്ളതായ പരിഹാരങ്ങളെ കൊണ്ടുവരും. അങ്ങനെ ആർക്കും ദോഷമില്ലാതെ അത് കലാശിക്കും. That's how Israel is spared. അങ്ങനെയാകുന്നു ഇസ്രായേൽ രക്ഷപ്രാപിക്കുക. So they think that this man is the Messiah. ആകയാൽ ഇവനാണ് മശീഹ എന്ന് ഇസ്രായേലിയർ ചിന്തിക്കും. Because he rises up as Israel's peacemaker. എന്തുകൊണ്ടെന്നാൽ ഇസ്രായേലിന്റെ സമാധാനത്തിന്റെ കാരണഭൂതനായി അവൻ ഉദിക്കും. So when he comes to power, for the first 3.5 years of his rule, there will be no problem for Israel. ആകയാൽ അവൻ അധികാരത്തിൽ വന്നിട്ട് ആദ്യത്തെ 3.5 വർഷക്കാലത്തോളം ഇസ്രായേലിന് യാതൊരുവിധമായ പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല. But at the end of those 3.5 years, എന്നാൽ ഈ 3.5 വർഷക്കാലങ്ങളുടെ കാലം തീരുമ്പോൾ he will do something very unexpected. Israel doesn't expect him to do it. He does something very, very wrong. That is wrong in Israel's law. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ 3.5 വർഷക്കാലത്തിന്റെ ഒടുവിലായി ഇസ്രായേൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതീക്ഷയ്ക്ക് വിരോധമായ വളരെ തെറ്റായ, അവരുടെ ന്യായപ്രമാണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ തെറ്റായ ഒരു പ്രവൃത്തി, അവരൊട്ടും പ്രതീക്ഷിക്കാത്തതൊന്ന് ഇവൻ ചെയ്യും. We will see those details in the days to come. വരുവാനുള്ള നാളുകളിൽ അതിന്റെ വിശദാംശങ്ങൾ നോക്കാം. So when he does that, Israel starts resisting him. അവൻ അങ്ങനെ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ ഇസ്രായേൽ അവനോട് എതിർക്കുവാൻ തുടങ്ങും. Then for the second 3.5 years, the whole of Israel is going to be in trouble. ആകയാൽ രണ്ടാമത്തെ 3.5 വർഷക്കാലം ഇസ്രായേൽ വലിയ കുഴപ്പത്തിലായി തീരും. In that time the Antichrist will take control of Jerusalem. ആ കാലയളവിൽ എതിർ ക്രിസ്തു യെരൂശലേമിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും. So for the next 3.5 years he will try to grab control over Jerusalem. അടുത്ത 3.5 വർഷക്കാലം യെരൂശലേമിന്റെ മേൽ പിടിമുറുക്കുവാൻ അവൻ ശ്രമിക്കും. And he will succeed partially.
അവൻ അതിൽ ഭാഗിക വിജയം നേടുകയും ചെയ്യും. It's at the end of that period that Jesus comes down to take control of Jerusalem. ആ കാലത്തിന്റെ ഒടുവിലാണ് യെരൂശലേമിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ കർത്താവായ യേശുക്രിസ്തു വരുന്നത്. Just before that, towards the end of the 7 years of tribulation period, there will be a lot of confusion in the rule of the Antichrist. ഈ പീഡാകാലത്തിന്റെ ഒടുവിലായി 7 വർഷക്കാല ഭരണം തീരുന്നതിന് മുൻപായി എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ, സംഘർഷങ്ങൾ ഉണ്ടാകും. The Antichrist takes control of Jerusalem and he sees Christ coming down. He gathers all the armies to fight against Christ and his armies. എതിർ ക്രിസ്തു യെരൂശലേമിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും. കർത്താവായ യേശുക്രിസ്തു തന്റെ സൈന്യവുമായി വരുന്നത് കാണുമ്പോൾ ഇവൻ സകലവിധമായ തന്റെ സേനയെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ക്രിസ്തുവിനും അവന്റെ സേനയ്ക്കുമെതിരായി യുദ്ധം ചെയ്യുവാൻ പുറപ്പെടും. The cause of this fourth world war, the battle of Armageddon, is again Jerusalem. ആകയാൽ നാലാമത്തെ ലോകമഹായുദ്ധമായ ഹർമഗദോൻ യുദ്ധത്തിന്റെയും കാരണം വീണ്ടും യെരൂശലേം തന്നെയാകുന്നു. Just think of this before we move on. നമ്മൾ തുടർന്നു പോകുന്നതിന് മുൻപായി അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. If literal Jerusalem is going to be so important that world wars have to be fought to protect it, അക്ഷരീകമായ യെരൂശലേം എത്രയോ യുദ്ധങ്ങൾ നടത്തപ്പെടുവാൻ തക്കവണ്ണം അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെങ്കിൽ, the Bible says he is not a Jew which is a Jew outwardly, but he is a Jew who's a Jew inwardly. It means the spiritual Jerusalem is more important than the literal Jerusalem. ബൈബിൾ പറയുന്നത് പുറമേ യഹൂദനായവനല്ല യഹൂദൻ, അകമേ യഹൂദനായവനത്രേ യഹൂദൻ. അഥവാ ഈ അക്ഷരീകമായ യെരൂശലേമിനേക്കാൾ ആത്മീക യെരൂശലേം എത്രയോ പ്രാധാന്യമുള്ളതാകുന്നു. See, if literal Jerusalem is being protected so much by God, imagine how much more you and I are being protected by God. നോക്കുക, ഈ അക്ഷരീകമായ യെരൂശലേം ദൈവത്താൽ ഇത്രത്തോളം സംരക്ഷിക്കപ്പെടുന്നുവെങ്കിൽ ആത്മീക യെരൂശലേമായി നിങ്ങളും ഞാനും ദൈവത്താൽ ഇത്രത്തോളം സൂക്ഷിക്കപ്പെടുന്നു. If you feel that you are in danger and God has forsaken you and abandoned you and handed you over to the enemy, it's your unbelief, it's not reality. നിങ്ങൾ അപകടത്തിലായി, നിങ്ങളുടെ യുദ്ധങ്ങളിൽ കർത്താവ് നിങ്ങളെ കൈവിട്ടു, ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ അവിശ്വാസം മാത്രമാണ്, അതൊരിക്കലും സത്യമല്ല. Ask God to open your eyes to see what the truth is. സത്യം എന്താണെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ കണ്ണുകളെ തുറന്നു തരുവാൻ ദൈവത്തോട് ചോദിക്കുക. The next question. അടുത്ത ചോദ്യം, where is this battle going to take place? ഈ യുദ്ധം എവിടെ നടക്കുവാൻ പോകുന്നു? As the name suggests, it's called the Battle of Armageddon. Armageddon is a place. ഈ യുദ്ധത്തിന്റെ പേര് ഹർമഗദോൻ യുദ്ധം എന്നാണല്ലോ. ആകയാൽ ഹർമഗദോനിൽ ഈ യുദ്ധം നടക്കുവാൻ പോകുന്നു. So it's we read that in the last verse. Revelation 16:16. He gathered them. The Antichrist gathered them together in a place called Armageddon. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിച്ചു കേട്ടുവല്ലോ, ഹർമഗദോൻ എന്ന സ്ഥലത്ത് അവരെ കൂട്ടിച്ചേർത്തു. That word Armageddon comes from the Hebrew word Har Megiddo, which means the Mount of Megiddo. ഇവിടെ ഹർമഗദോൻ എന്നതായ പേര് മൗണ്ട് ഹെഗിദോ എന്നൊരു പേരിൽ നിന്ന് വന്നതാണ്, അഥവാ മെഗിദ്ദോ പർവ്വതം എന്നതിൽ നിന്ന് ആവിർഭവിച്ചു. Where is that Megiddo? എവിടെയാണ് ഈ മെഗിദ്ദോ? It's a place in central Israel. അത് ഇസ്രായേലിന്റെ മധ്യഭാഗത്തുള്ളതായ മധ്യ ഇസ്രായേലിലുള്ള ഒരു സ്ഥലം. There's a mountain. അവിടെ ഒരു പർവ്വതം, and there's a valley. അവിടെ ഒരു താഴ്വരയുമുണ്ട്. It's in that valley, it's a vast expanse of land, about 200 square miles. 200 ചതുരശ്ര മൈൽ ഭൂപ്രദേശം ഉൾപ്പെടുന്ന ഒരു വിശാലമായ സ്ഥലം ആ താഴ്വരയിലുണ്ട്. It's also called the Valley of Jezreel in the Bible. ബൈബിളിൽ ഇസ്രയേൽ താഴ്വര എന്നും കൂടി അത് വിളിക്കപ്പെടുന്നു. It is in that location that this war is going to take place. ആ പ്രത്യേകമായ സ്ഥലത്താണ് ഈ യുദ്ധം നടക്കുവാൻ പോകുന്നത്. Look at the chart in front of you. നിങ്ങളുടെ മുൻപിലുള്ള ചാർട്ടിൽ നോക്കുക. This is the picture of that valley. ആ താഴ്വരയുടെ ചിത്രം ഇവിടെ കാണുന്നുണ്ട്. So it's a vast expanse, about 200 square miles. അത് 200 ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ളതായ ഒരു വിശാലമായ ഭൂപ്രദേശം. The city of Nazareth. നസറത്ത് നഗരം. The Mount Carmel that we read of, where Elijah competed with the prophets of Baal. ബാലിന്റെ പ്രവാചകന്മാരോട് എലിയാവ് ഏറ്റുമുട്ടിയതായ കർമേൽ പർവ്വതം. They are all in that vicinity, in that area. അവയെല്ലാം തന്നെ ഈ സ്ഥലത്ത് ഉൾപ്പെടുന്നതാണ്. So this is the site of this battlefield. ആകയാൽ ഈ യുദ്ധക്കളം ഇത് തന്നെയാണ്. Now in history itself, many wars have already been fought in this valley. ചരിത്രത്തിൽ തന്നെ നാം നോക്കിയാൽ ഈ താഴ്വരയിൽ എത്രയോ യുദ്ധങ്ങൾ മുൻപേ നടന്നിട്ടുണ്ട്. For example, ഉദാഹരണമായി the battle that took place between Israel and Sisera, the Canaanite. കേനാന്യനായ
സീസെരയും ഇസ്രായേലിലും തമ്മിൽ നടന്ന യുദ്ധം. The site of the battle was this valley. ആ യുദ്ധവും ഈ സ്ഥലത്ത് ഈ താഴ്വരയിൽ വെച്ചാണ് നടത്തപ്പെട്ടത്. Read Judges chapter 5 and verse 19. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 19-ാം വാക്യം. രാജാക്കന്മാർ വന്നു പൊരുതു. താനാക്കിൽ വെച്ച് മെഗിദോ വെള്ളത്തിനരികെ കനാന്യ ഭൂപന്മാർ അന്ന് പൊരുതു. വെള്ളി അങ്ങവർക്ക് കൊള്ളയായില്ല. The kings came and fought, then fought the kings of Canaan in Tanak by the waters of Megiddo. They took no gain of money. So here we see that this fight, this battle took place at Megiddo. ഈ യുദ്ധവും മെഗിദ്ദോയിൽ വെച്ച് നടന്നു എന്ന് കാണുന്നു. Not only that, മാത്രമല്ല in the days of Josiah, the king of Judah, യഹൂദ രാജാവായ യോശിയാവിന്റെ നാളുകളിൽ a war took place where Pharaoh, one Pharaoh Necho of Egypt came and fought. ഒരു മിസ്രയീമ്യ രാജാവായ ഫറവോൻ നെക്കോ അവിടെ വന്ന് യുദ്ധം ചെയ്തു. That was also in the site of Megiddo. അതും മെഗിദ്ദോ എന്ന സ്ഥലത്ത് വെച്ചാണ് ആ യുദ്ധവും നടത്തപ്പെട്ടത്. Read 2 Chronicles chapter 35 and verse 22. 2 ദിനവൃത്താന്തം 35-ാം അധ്യായം 22-ാം വാക്യം. എങ്കിലും യോശിയാവ് വിട്ടുതിരിയാതെ അവനോട് യുദ്ധം ചെയ്യേണ്ടതിന് വേഷം മാറി നെഖോ പറഞ്ഞ ദൈവവചനങ്ങളെ കേൾക്കാതെ അവൻ മെഗിദോ താഴ്വരയിൽ യുദ്ധം ചെയ്യുവാൻ വന്നു. Nevertheless, Josiah would not turn his face from him, but disguised himself that he might fight with him, and hearkened not unto the words of Necho from the mouth of God, and came to fight in the valley of Megiddo. So here we see this battle also takes place at the valley of Megiddo. ഈ യുദ്ധവും മെഗിദ്ദോ താഴ്വരയിൽ വെച്ച് നടത്തപ്പെടുന്നു എന്ന് നമുക്ക് കാണാം. Not only these two battles, this is just biblical history, but in extra biblical history also, many battles have taken place. In fact, it is this spot in the world that has faced more battles than in any other area in the world. ഇപ്പോൾ പറഞ്ഞതായ രണ്ട് യുദ്ധങ്ങളും ബൈബിളിൽ പരാമർശിച്ചിട്ടുള്ളതാണ്. എന്നാൽ ബൈബിളിൽ പരാമർശിക്കാത്തതായ എത്രയോ യുദ്ധങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. വാസ്തവത്തിൽ പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും അധികം യുദ്ധത്തെ കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ മെഗിദ്ദോ താഴ്വര. So one more battle is going to happen, and that's the battle of battles, the battle of Armageddon. ആകയാൽ ഇവിടെ വെച്ച് മറ്റൊരു യുദ്ധവും കൂടി നടത്തപ്പെടുന്നു. യുദ്ധങ്ങളുടെ യുദ്ധം എന്ന് വിളിക്കപ്പെടുന്ന ഹർമഗദ്ദോൻ യുദ്ധമാകുന്നു അത്. Today this name is being used for many things in this world. For any major holocaust, for any major showdown or battle, they use the word Armageddon. ഇന്ന് ലോകത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ടമായ സംഘട്ടനങ്ങളിൽ യുദ്ധങ്ങളിലെല്ലാം തന്നെ അവർ ഈ പേര് ഉപയോഗിക്കുന്നു. അതിനെയെല്ലാം ഹർമഗദ്ദോൻ എന്ന് അവർ അഭിസംബോധന ചെയ്യുന്നുണ്ട്. Now these are the immediate details of this battle of Armageddon. ഇവയെല്ലാം തന്നെ ഹർമഗദ്ദോൻ യുദ്ധത്തിന്റേതായ ഇപ്പോൾ പറഞ്ഞതായ വിശദാംശങ്ങളാകുന്നു. Now comes a very important question. ഇപ്പോൾ ഒരു വലിയ ചോദ്യത്തിലേക്ക് വരുന്നു. All right, we heard about the battle of Armageddon. It's going to take place somewhere far away from Tiruvallat, and it's going to take place sometime in the future. We don't know if you're going to be alive or dead. How does it connect with us today? ഹർമഗദ്ദോൻ യുദ്ധത്തെ കുറിച്ചൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ തിരുവല്ലയിൽ നിന്ന് എത്രയോ കാതം ദൂരെയുള്ളതായ ഒരു സ്ഥലമാണ്. എപ്പോഴോ നടക്കുവാൻ പോകുന്ന ഒരു കാര്യം. അന്ന് ഞങ്ങൾ ജീവനോട് ഇരിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ല. ഇതുമായിട്ട് ഞങ്ങൾക്ക് എന്താണ് ബന്ധം? You see this picture again. ഈ ചിത്രത്തെ നിങ്ങൾ വീണ്ടും ഒന്ന് നോക്കുക. Today we are looking at a picture of this valley. ഇന്ന് ഈ താഴ്വരയുടെ ഒരു ചിത്രത്തെ നമ്മൾ കാണുന്നു. Many of you seated here are going to see this valley literally. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരിൽ പലരും തന്നെ ഈ താഴ്വരയെ അക്ഷരീകമായ നിലയിൽ തന്നെ കാണും. Your own eyes, not on television, not in a photograph. You're going to personally see that place. ടെലിവിഷനിലൂടെ ഛായാചിത്രങ്ങളിലൂടെ ഒന്നുമല്ല, നിങ്ങൾ ചെന്ന് നേരിട്ട് നിങ്ങളുടെ കണ്ണുകളാൽ ഈ സ്ഥലത്തെ കാണും. Not just a valley, you're going to personally be in that valley, in the battle of Armageddon. നിങ്ങൾ ഒരു താഴ്വരയായി കാണുകയില്ല, ആ ഹർമഗദ്ദോൻ യുദ്ധക്കളത്തിൽ നിങ്ങൾ തന്നെ ഉണ്ടായിരിക്കും. So you're not going to just see it through television, you're going to personally see that battle and participate in that battle. നിങ്ങൾ ടെലിവിഷനിൽ കൂടി താഴ്വര കാണുകയില്ല, ആ താഴ്വരയിലെ യുദ്ധക്കളത്തിൽ നിങ്ങൾ ഉണ്ടായിരിക്കും, ആ യുദ്ധത്തിൽ നിങ്ങൾ പങ്കുവഹിക്കുകയും ചെയ്യും. Can you see a picture of yourselves? You are on this chart. Do you know? ഈ ചിത്രത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചിത്രം അവിടെ കാണുവാൻ കഴിയുന്നുണ്ടോ? Your photograph is there. നിങ്ങളുടെ ഫോട്ടോ അവിടെയുണ്ട്. That's where you are. അവിടെ നിങ്ങൾ ഉണ്ട്. The armies that come behind Jesus, that's where you're going to be. കർത്താവായ യേശുക്രിസ്തുവിന്റെ പിന്നാലെ വരുന്ന സൈന്യം അവിടെ നിങ്ങൾ ഉണ്ടായിരിക്കും. At least that's where God wants you to be, but please don't be here. അവിടെ ആകാനാണ് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ കുറഞ്ഞപക്ഷം നിങ്ങൾ ഈ വശത്ത് ഈ പക്ഷത്ത് ആകരുതേ. There also many crores of human beings are there. Please don't go into that army. അവിടെയും കോടിക്കണക്കിന് മനുഷ്യരുണ്ട്.
ദയവായി ആ സൈന്യത്തിൽ ചേരുവാൻ നിങ്ങൾ പോകരുതേ. So, two armies of human beings are going to be involved in this battle where God and Satan are going to clash. ആകയാൽ സാത്താനും ദൈവവും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഈ യുദ്ധത്തിൽ എത്രയോ കോടിക്കണക്കിന് മനുഷ്യർ രണ്ട് ഭാഗങ്ങളിൽ നിന്നായി പൊരുതുവാൻ പോകുന്നു. On which side are we going to be? നാം ഏത് പക്ഷത്ത് നിൽക്കുവാൻ പോകുന്നു? So we must be conscious of this one fact. ആകയാൽ ഒരു സത്യത്തെക്കുറിച്ച് നാം ബോധവാന്മാരാകണം. We are not seated here just as members of some church. We must be conscious of this fact that we are soldiers in an army. ഏതോ ഒരു സഭയുടെ അംഗങ്ങൾ എന്ന നിലയിൽ നാം ഇവിടെ ഇരിക്കുകയില്ല. നാം ബോധവാന്മാരാകേണ്ട ഒരു കാര്യം എന്നത് നാം ഒരു സൈന്യത്തിലെ സൈനികന്മാർ, പടയാളികളാകുന്നു. Let's read Revelation 19:19. വെളിപ്പാട് പുസ്തകം 19:19 വാക്യം വായിക്കാം. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടിയത് ഞാൻ കണ്ടു. And I saw the beast and the kings of the earth and their armies gathered together to make war against him that sat on the horse and against his army. You are here in this verse. Did you see it? നിങ്ങൾ ഈ വാക്യം കേട്ടു? You are here in this verse. In this verse you are there. ഈ വാക്യത്തിൽ നിങ്ങൾ ഉണ്ട്. And this verse says that the beast, the Antichrist, and his armies are going to fight against you. നോക്കുക, ഇവിടെ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന മൃഗം അഥവാ ക്രിസ്തുവും അവന്റെ സൈന്യങ്ങളും നിങ്ങൾക്കെതിരായി യുദ്ധം ചെയ്യുവാൻ പോകുന്നു. Read that again. Just listen to those words. ഈ വാക്യം വീണ്ടും വായിക്കാം. ദയവായി നിങ്ങൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ. See that. The Antichrist is going to come to fight not just against that one in front. He's going to come to fight. He and his army are going to fight against the army of Christ also. നോക്കുക, ഇവിടെ പറഞ്ഞിരിക്കുമ്പോൾ എതിർ ക്രിസ്തു എന്ന് പറയുന്നത് ആ യുദ്ധമുന്നണിയിൽ നിൽക്കുന്നവനോട് യുദ്ധം ചെയ്യുക മാത്രമല്ല, അവനോടും അവന്റെ സൈന്യത്തോടും അവനോടൊത്തുള്ളവരോടും അത് യുദ്ധം ചെയ്യുവാൻ പുറപ്പെടുന്നു. So you and I are seated here not just to listen to some new information and go. ആകയാൽ ഇന്ന് നിങ്ങളും ഞാനും ഇവിടെ കൂടിയിരിക്കുന്നത് ചില പുതിയ വിവരങ്ങൾ നേടിയവരായി മടങ്ങിപ്പോകുവാൻ വേണ്ടിയല്ല. We are part of an army training camp. ആകയാൽ ഒരു സൈന്യ പരിശീലന ക്യാമ്പിലെ പങ്കാളികളാണ് നമ്മൾ എല്ലാവരും. We are getting trained to fight a battle that has never been fought before. ഇതിനു മുൻപേ നടത്തപ്പെടാത്തതായ ഒരു ഘോരമായ യുദ്ധത്തിൽ പങ്കാളികളാകുവാനുള്ള പരിശീലനം നാം നേടിക്കൊണ്ടിരിക്കുകയാണ്. We are going to fight in a battle which is going to end all battles. എല്ലാ യുദ്ധങ്ങൾക്കും ഒരു അറുതി വരുത്തുന്നതായ യുദ്ധത്തിൽ നാം പൊരുതുവാൻ പോകുന്നു. We are going to fight in a battle that is going to cleanse the whole world. സർവ്വലോകത്തെയും ശുദ്ധീകരിക്കുന്ന ഒരു യുദ്ധത്തിൽ പോരാടുവാൻ നാം പോകുന്നു. And what are the rules? അതിന്റെ ചട്ടങ്ങളും the rules are the army down there, the Antichrist army, they can have planes, they can have bombs, they can have missiles, they can have atom bombs, they can have any weapons, but that army from above, no weapons at all. ഈ യുദ്ധത്തിന്റെ ചട്ടങ്ങളിൽ ഒന്ന് എന്നത് ഇവിടെ താഴെ കാണുന്ന സൈന്യത്തിന് അവർക്ക് യുദ്ധവിമാനങ്ങളുണ്ട്, ബോംബുകളുണ്ട്, സകലവിധമായ യുദ്ധായുധങ്ങളും അവർക്ക് ഉപയോഗിക്കാം. എന്നാൽ മുകളിൽ കാണുന്ന സൈന്യത്തിന് ഈ വിധമായ ഒരു ആയുധവുമില്ല. There's only one weapon in that whole army, and that's the sword in Jesus' mouth. ആ സകല സൈന്യത്തിനും ചേർന്നുള്ളതായ ഒരേ ഒരു ആയുധം, അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ മാത്രം. So look at those rules. They can come with bombs and guns and planes. You have to come waving your hands, that's all. നോക്കുക, അവർക്ക് യുദ്ധത്തിന് വരുമ്പോൾ വിമാനങ്ങളുമായോ ബോംബുകളുമായോ തോക്കുകളുമായോ ഒക്കെ വരാം. എന്നാൽ നിങ്ങൾ ഒഴിഞ്ഞ കൈയുമായി മാത്രമേ യുദ്ധത്തിന് പോകുവാൻ കഴിയൂ. So it's a different kind of battle. That's why I said spiritual, physical. ആകയാൽ ഇതൊരു വ്യത്യസ്തമായ യുദ്ധമാണ്, ശാരീരികമായും ആത്മീകമായുമായുള്ള ഒരു യുദ്ധം. So to fight in that battle, and the Bible prophesies that we are going to win without weapons, then imagine the training that we should take. നോക്കുക, ആ യുദ്ധത്തിൽ യുദ്ധം ചെയ്യുവാൻ നാം ആ യുദ്ധത്തിൽ ജയിക്കുവാൻ പോകുന്നു എന്ന് ബൈബിൾ പ്രവചിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുവാൻ നമുക്ക് വേണ്ടതായ പരിശീലനം എങ്ങനെയായിരിക്കണം? Now in these last days, ഈ അന്ത്യനാളുകളിൽ this whole world is going to be divided into two groups. മുഴു ലോകവും തന്നെ രണ്ട് ഗണമായി വിഭജിക്കപ്പെടുവാൻ പോകുന്നു. These two groups are going to be two armies. ഈ രണ്ട് കൂട്ടം രണ്ട് സൈന്യമായി തിരിയുവാൻ പോകുന്നു. Crores and crores of people are going to join the army of the Antichrist. കോടാനുകോടി ആളുകൾ എതിർ ക്രിസ്തുവിന്റെ സൈന്യത്തിൽ ചേരും. And lakhs and lakhs are going to join the army of Christ. ലക്ഷോപലക്ഷം ആളുകൾ ക്രിസ്തുവിന്റെ സൈന്യത്തിലും ചേർന്നിരിക്കും. Which side are we going to be?
നാം ഏത് പക്ഷത്താകുവാൻ പോകുന്നു? We will see now how that bifurcation, how that division is going to take place. എങ്ങനെയാ വിഭജനം, ആ ചേരിതിരിവുണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. Revelation chapter 22, 11 and 12. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 11-12 വാക്യം. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. He that is unjust, let him be unjust still, and he which is filthy, let him be filthy still, and he that is righteous, let him be righteous still, and he that is holy, let him be holy still. And behold, I come quickly. Enough. So here we see, behold, I come quickly. That means in the last days, this division is going to take place. അവിടെ ഇതാ ഞാൻ വേഗം വരുന്നെന്ന് പറയുമ്പോൾ അന്ത്യനാളുകളിൽ ഈ വിഭജനം So സംഭവിക്കും. one group of people are going to go from holiness to holiness, righteousness to righteousness. ഒരു കൂട്ടം ആളുകൾ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക്, നീതിയിൽ നിന്ന് നീതിയിലേക്ക് മുന്നേറി ചെല്ലും. Another group of people are going to deteriorate. They're going to go from filthiness to filthiness, from unrighteousness to unrighteousness. എന്നാൽ മറ്റൊരു കൂട്ടം ആളുകൾ അശുദ്ധിയിൽ നിന്ന് അശുദ്ധിയിലേക്ക്, അനീതിയിൽ നിന്ന് അനീതിയിലേക്ക് അവർ കൂടെ കൂടെ മലീമസമായിക്കൊണ്ടിരിക്കും. Now why does this slipping into these two directions take place? എന്തുകൊണ്ടാണ് ഈ രണ്ട് വിധമായ നിലയിലേക്ക് ആളുകൾ വഴുതി മാറുന്നത്? Because there are two powers that are pulling them on either side. എന്തുകൊണ്ടെന്നാൽ രണ്ട് ശക്തികൾ രണ്ട് വശങ്ങളിലേക്കായി ഇവരെ വലിക്കുന്നു. And these two powers are represented by two women in the Bible. ഈ രണ്ട് ശക്തികളും ബൈബിളിൽ രണ്ട് വിധമായ സ്ത്രീകളാൽ പ്രതിനിധാനം ചെയ്യപ്പെടുന്നു. One is a woman in Revelation chapter 12. ഒന്ന് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ കാണുന്ന സ്ത്രീ. Most of us know that, represented by a picture here. ഇവിടെ പറഞ്ഞിരിക്കുന്ന, ഇവിടെ പ്രതിനിധാനം ചെയ്യുന്ന ആ ചിത്രം നമുക്ക് മിക്കപേർക്കും സുപരിചിതമാണ്. This is a woman alluring people towards holiness. ഈ സ്ത്രീ ആളുകളെ വിശുദ്ധിയിലേക്ക് ആകർഷിക്കുന്ന ഒരു സ്ത്രീയാകുന്നു. Here's another woman, she's in Revelation 17, alluring people towards filthiness. ഇവിടെ മറ്റൊരു സ്ത്രീയെ കാണാം. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലുണ്ട്, ആളുകളെ അശുദ്ധിയിലേക്ക് വലിച്ചിഴക്കുന്നതായ ഒന്ന്. That white sun-clad woman is the church of God. അവിടെ കാണുന്ന വെളുത്തതായ സൂര്യനെ ധരിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സഭ. That whore in Revelation 17, that scarlet-clad woman, she is a demonic system in this world that is alluring the majority in this world towards herself. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ നാം കാണുമ്പോൾ ആളുകളെ തങ്ങളിലേക്ക് വലിച്ചിരിക്കുന്നതായ, പിശാചിനാൽ നയിക്കപ്പെടുന്നതായ ഒരു സംവിധാനമാണ് ഇവിടെ കാണപ്പെടുന്നതായ മ്ലേച്ഛത അഥവാ രക്താംബരം അണിഞ്ഞിരിക്കുന്ന So സ്ത്രീ. these two powers are pulling people towards them. ഈ രണ്ട് ശക്തികൾ ആളുകളെ തങ്ങളിലേക്ക് വലിക്കുന്നു, ആകർഷിക്കുന്നു. Now in looking at it outwardly, ബാഹ്യമായ നിലയിൽ നോക്കിയാൽ the red woman is more attractive than the white woman. അവിടെ കാണുന്നതായ ആ ശുഭ്രമായി കാണപ്പെടുന്ന സ്ത്രീയേക്കാൾ കൂടുതൽ ആകർഷണീയത ഈ ചുവന്ന സ്ത്രീക്കാകുന്നു. So people who live by their five senses will go after the red woman rather than the white woman. ആകയാൽ തങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്നതായ ആളുകൾ ആ വെളുത്ത ആ സ്ത്രീയുടെ പിന്നാലെ പോകുന്നതിനേക്കാൾ അധികമായി ഈ ചുവപ്പ് സ്ത്രീയുടെ പിന്നാലെ പോകുന്നതായിരിക്കും ഇഷ്ടപ്പെടുക. These two women have jobs. They have jobs to do. They have assignments to do. They're not here just for fun. They have work to do. ഇവിടെ ആ സ്ത്രീകൾ വെറുതെ ഒരു നേരം പോക്കിന് നിൽക്കുകയല്ല, ഇവർക്ക് രണ്ടുപേർക്കും ചെയ്യുവാൻ പ്രവൃത്തികൾ, ജോലികളുണ്ട്. This red dressed woman, her job is to gather as many people as possible in this world and present them to the Antichrist. ഈ ചുവന്ന വസ്ത്രധാരിണിയായ സ്ത്രീയുടെ ജോലി എന്നത് തന്നാൽ ആവുന്നിടത്തോളം ആളുകളെ തങ്ങളിലേക്ക് ആകർഷിച്ച് വശീകരിച്ച് അവരെ എതിർ ക്രിസ്തുവിനെ കൊണ്ടുപോയി ദാനം ചെയ്യുക. And what will the Antichrist do with those people? ഈ ആളുകളെ കൊണ്ട് എതിർ ക്രിസ്തു ചെയ്യുന്നത് എന്താണ്? Use them for some time and then kill them. അവരെ അല്പകാലം ഉപയോഗിച്ചിട്ട് പിന്നീട് അവരെ കൊന്നു മുടിക്കുക. On the other hand, that white dressed woman also has a job. മറുഭാഗത്ത് ശുഭ്രവസ്ത്രധാരിണിയായ സ്ത്രീക്ക് ഒരു ജോലിയുണ്ട്. Read 2 Corinthians 11:2. 2 കൊരിന്ത്യർ 11:2. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. For I am jealous over you with godly jealousy, for I have espoused you to one husband, that I may present you as a chaste virgin to Christ. So God's servants are saying, we are gathering people so that we might look at the word present, and that I might present you to Christ.
നോക്കുക, അവിടെ കർത്താവിന്റെ ശുശ്രൂഷകർ ജനത്തെ ദൈവം മുൻപാകെ നിർത്തുവാൻ, ആ വാക്ക് നമ്മൾ നോക്കിയാൽ അവിടെ ദൈവം മുൻപാകെ അവനെ ഏൽപ്പിക്കുവാൻ എന്ന് കാണാം. So the responsibility of the church, the apostles, the servants of God, is to gather people and present them to Christ as his bride. ആകയാൽ ദൈവസഭയുടെയും ദൈവ ശുശ്രൂഷകരുടെയും ഉത്തരവാദിത്വം എന്നത് ആളുകളെ എല്ലാം ചേർത്ത് അവരെ ക്രിസ്തുവിന് മുൻപാകെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുക, നിർത്തുക എന്നുള്ളതാകുന്നു. So both these women are very busy today doing their jobs. ആകയാൽ ഈ രണ്ട് സ്ത്രീകളും തങ്ങളുടെ ജോലികളിൽ വളരെ തിരക്കോടെ വ്യാപൃതരായിരിക്കുന്നു. So let's look at what this whore, this red-dressed woman is doing in this world. ഇവിടെ കാണുന്ന ഈ മ്ലേച്ഛതയായ ചുവന്ന വസ്ത്രധാരിണിയായ സ്ത്രീ ചെയ്യുന്നത് എന്തെന്ന് നോക്കാം. We will see more of her tomorrow. നാളെ അവളെ കുറിച്ച് അധികമായി നോക്കാം. She tries to play with the minds of human beings. She tries to play with them. അവൾ മനുഷ്യരുടെ തലച്ചോറ് അല്ലെങ്കിൽ ചിന്തയെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു. She wants to blind them and seduce them and allure them towards herself. മറ്റുള്ളവരുടെ മനസ്സിനെ കുരുടാക്കി അവരെ ചതിച്ച് അവരെ വശീകരിച്ച് വഞ്ചിക്കുവാൻ അവൾ ശ്രമിക്കുന്നു. So using the entertainments and the fashion and the fun of this world, the devil is alluring, this woman, the system of entertainment is alluring so many people that they think that this is life. ആകയാൽ ഈ ലോകത്തിലെ വിനോദങ്ങൾ, ഈ ലോകത്തിലെ രസകരമായ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ജീവിതമെന്നാൽ ഇതാണെന്ന് ആളുകൾ ചിന്തിക്കത്തക്കതായ നിലയിൽ ഈ സംവിധാനം അഥവാ ഈ സ്ത്രീ ആളുകളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു. One man of God made a statement like this. ഒരു ദൈവപുരുഷൻ ഇപ്രകാരം ഒരു കാര്യം പ്രസ്താവിച്ചു. God cannot give man any happiness apart from himself because it does not exist. There's no such thing. ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടതായ ഒരു സന്തോഷത്തെ മനുഷ്യന് നൽകുവാൻ ദൈവത്തിന് കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. It touched me very much. അതെന്നെ വളരെയധികം സ്പർശിച്ചു. God cannot give any happiness apart from himself to man because it does not exist. There is no such thing. ദൈവത്തിൽ നിന്ന് അകന്നതായ അല്ലെങ്കിൽ ദൈവത്തോട് ബന്ധമില്ലാത്ത ഒരു സന്തോഷത്തെ, ഉല്ലാസത്തെ മനുഷ്യന് നൽകുവാൻ ദൈവത്തിന് കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ഒരു കാര്യം നിലനിൽക്കുന്നില്ല. Which means outside of Jesus Christ, outside of a relationship with God, there is no happiness for mankind. It does not exist. What we think is happiness is deception. അതിന്റെ അർത്ഥം എന്തെന്നാൽ കർത്താവായ യേശുവിന് പുറമേയുള്ളതായ ഒരു സന്തോഷമില്ല, അത് നിലനിൽക്കുന്നില്ല. നാം ഇന്ന് സന്തോഷമെന്ന് കരുതുന്ന അതൊന്നും സന്തോഷമല്ല. Which means everything in this world that seems to make you smile and laugh and tickles your emotions is not true happiness. ആകയാൽ ഇന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന, നിങ്ങളെ ചിരിപ്പിക്കുന്ന, നിങ്ങളുടെ വികാരങ്ങൾക്ക് പ്രചോദനം നൽകുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അതൊരിക്കലും ഒരു സന്തോഷം അല്ല. But this woman is that. She's engaged in making people happy with the deceptive, wrong kind of happiness that is not happiness. എന്നാൽ വഞ്ചനാത്മകമായ തെറ്റായ സന്തോഷങ്ങൾ ആളുകൾക്ക് നൽകി അവരെ ചതിക്കുന്നതിൽ ഈ സ്ത്രീ വ്യാപൃതയായിരിക്കുന്നു. പക്ഷേ അതൊരിക്കലും ഒരു സന്തോഷം അല്ല. Those who do not have discernment, those who don't know what's going on, those who are spiritually blind, they are the ones who will go after the fun that this woman offers. ആത്മീകമായി കാര്യങ്ങളെ വിവേചിച്ചറിയുവാൻ കഴിയാതെ ആത്മീകമായി കുരുടന്മാരായിരിക്കുന്നവർ ഈ സ്ത്രീ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർ വഞ്ചിക്കപ്പെട്ട് അവർ മാത്രമേ ഇതിന്റെ പിന്നാലെ പോകൂ. Some years ago, ചില വർഷങ്ങൾക്ക് മുമ്പേ, many years ago, അഥവാ പല വർഷങ്ങൾക്ക് മുമ്പേ, when I was young, I was walking down a road in Chennai. ഞാൻ ചെന്നൈയിൽ ഒരു റോഡിൽ കൂടെ നടക്കുകയായിരുന്നു. And there was a man who was on the roadside and he was going to entertain people with snakes which he had in many baskets in front of him. അവിടെ ആ റോഡ് സൈഡിൽ ഒരു വ്യക്തി തന്റെ മുൻപാകെ ധാരാളം കൂടുകളിൽ പാമ്പുകളെ വെച്ചുകൊണ്ട് അവിടെ ചില വിനോദ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. And he was inviting everyone, all of you come, I'm going to show you snakes fighting and I have a snake with 9 colors, I'm going to show it to you. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വരിക, ഇവിടെ പാമ്പുകൾ തമ്മിൽ വഴക്കിടുന്നത് ഞാൻ കാണിച്ചു തരാം. മാത്രമല്ല 9 നിറമുള്ള പാമ്പുകൾ എന്റെ പക്കലുണ്ട്, വന്നാൽ ഇതെല്ലാം കാണിച്ചു തരാം. I also have a mongoose and I'm going to make a snake and a mongoose fight. ഞാൻ എന്റെ കീരിയുണ്ട്, ഇവിടെ കീരിയും പാമ്പും തമ്മിലുള്ളതായ പോരാട്ടവും കാണിച്ചു തരാം. So he also lifted one basket and showed one snake there and closed it again. താൻ ഒരു കൂട തുറന്ന് ഒരു പാമ്പിനെ കാണിച്ചിട്ട് ഉടനെ അതടച്ചു. So many people gathered. ആളുകൾ ഓടിക്കൂടി. So he said, first offer your money. ആദ്യം പറഞ്ഞു, നിങ്ങൾ പണം തരിക. So some people put their coins. ചില ആളുകൾ നാണയത്തുട്ടുകൾ ഇട്ട് കൊടുത്തു. So I was also standing with them. ഞാനും അവരോട് കൂടെ നിൽക്കുകയായിരുന്നു. Then the man, he drew one semicircle and said, all of you come into this circle. ആ മനുഷ്യൻ ഒരു അർദ്ധവൃത്താകൃതിയിൽ ഒരു വൃത്തം വരച്ചിട്ട് നിങ്ങൾ എല്ലാവരും ഇതിനകത്തേക്ക് വരിക എന്ന് പറഞ്ഞു.
That scared me. Some of them went into the circle. I took 5 steps backwards because I got scared. Why is this man doing all this? എനിക്കൊരു അല്പം പേടി തോന്നി. എല്ലാവരും മുൻപോട്ട് പോയപ്പോൾ ഞാൻ ഒരു 5 ചുവട് പുറകിലോട്ട് വെച്ചു. ഈ മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ മരച്ചിങ്ങനെ ചെയ്യുന്നത്? So then, as I was watching from far away, ഞാൻ ദൂരെ മാറി നിന്ന് ശ്രദ്ധിച്ചപ്പോൾ he looked at the men inside the circle. താൻ ആ വൃത്തത്തിനകത്തുള്ള ആളുകളെ നോക്കി. Don't step out of this circle. If you step out, be careful what will happen. അത് നിങ്ങൾ ആ വരയ്ക്ക് പുറത്തോട്ട് പോകരുത്, അങ്ങനെ പോയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് കണ്ടുകൊള്ളുക. So he started threatening them. അവരെ അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചു. When he said that, I took 10 steps backwards and escaped from that place. I don't know what happened after that. താൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ 10 ചുവടുകൾ പുറകിലോട്ട് വെച്ച് ഞാൻ ഓടിപ്പോയി. പിന്നീട് അവിടെ സംഭവിച്ചത് എനിക്കറിഞ്ഞുകൂടാ. So see what he started with entertainment. He started attracting them, saying, I'll make do this, I'll do that. But then it became a threat. ആളുകളെ ആദ്യം രസകരമായ കാര്യങ്ങൾ പറഞ്ഞ് ആകർഷിച്ച് ഒരു വിനോദം കാണിക്കാമെന്ന് പറഞ്ഞെങ്കിലും ഒടുവിൽ അത് ഭീഷണിയിൽ എത്തിച്ചേർന്നു. That's this woman. അതാകുന്നു ഈ സ്ത്രീ. If you come back to Revelation chapter 17, വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. she is very good looking, attractive. അവൾ കാണുവാൻ സുമുഖി അഥവാ വളരെ ആകർഷണീയതയുള്ളവൾ. Read verse 4. 4-ാം വാക്യം. ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. And the woman was arrayed in purple and scarlet color and decked with gold and precious stones and pearls, having a golden cup in her hand, full of abominations and filthiness of her fornication. Recently, there was an argument between young people. അടുത്തിടെ യൗവനക്കാരുടെ ഇടയിൽ ചില വാദപ്രതിവാദങ്ങൾ ഉണ്ടായി. One unsaved boy is arguing with a saved boy. രക്ഷിക്കപ്പെടാത്ത ഒരുവൻ രക്ഷിക്കപ്പെട്ട ഒരു പയ്യനുമായി തർക്കിക്കുകയായിരുന്നു. Let any woman on the road be dressed in any way she likes. Why do you want to look? Let her dress anyway. അതെ, ഒരു സ്ത്രീ റോഡിൽ നടക്കുമ്പോൾ അവൾ തനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് നടക്കട്ടെ, അത് അവളുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ എന്തുകൊണ്ട് അവളെ നോക്കുന്നു? Why do you want to? You look away from there. നീ അവളെ നോക്കാതെ മാറി നടക്കുന്നു. Let your mind be clean, then anybody dress anyway, you won't look. അതെ, നിന്റെ മനസ്സിനെ നീ ശുദ്ധമാക്കിക്കൊള്ളുക. മറ്റുള്ളവർ എന്ത് വസ്ത്രം ധരിച്ചാലും പിന്നീട് നിന്നെ അത് ബാധിക്കുകയില്ല. But all that dressing is so that they may look, isn't it? The dressing that the women do in this world is so that other people might look. അവൾ ധരിക്കുന്നതായ വസ്ത്രം അതുകൊണ്ടാണല്ലോ മറ്റുള്ളവരെല്ലാവരും തന്നെ അവളെ നോക്കുന്നത്. He in his conversation was trying to justify the dressing. അവൻ തന്റെ സംഭാഷണത്തിൽ ആ വസ്ത്രധാരണത്തെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. The unsaved person. ആ രക്ഷിക്കപ്പെടാത്തവൻ. So this woman is also dressing with the sole purpose of attracting others. ആകയാൽ ഇവിടെ കാണുന്ന ഈ സ്ത്രീയും മറ്റുള്ളവരെ ആകർഷിക്കുക എന്നുള്ളതായ ഉദ്ദേശത്തോടു കൂടിയാണ് വസ്ത്രം ധരിച്ചിരിക്കുന്നത്. And she's very successful. അവൾ അതിൽ വളരെ വിജയം നേടുന്നു. But she's called a whore. എന്നാൽ അവളെ മ്ലേച്ഛത എന്ന് വിളിച്ചിരിക്കുന്നു. Why? എന്തുകൊണ്ട്? Because she moves people away. She seduces people away from their true husband Christ. എന്തുകൊണ്ടെന്നാൽ ഇവൾ ആളുകളെ തങ്ങളുടെ യഥാർത്ഥ ഭർത്താവായ ക്രിസ്തുവിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നു അഥവാ തെറ്റിക്കുന്നു. For this army, Jesus is the captain. ആകയാൽ ഈ സൈന്യത്തിന് യേശുവാകുന്നു സൈന്യനായകൻ. So the first thing that we as the army of Christ should check about ourselves. ആകയാൽ ക്രിസ്തുവിന്റെ സൈന്യം എന്ന നിലയിൽ നാം ഒന്നാമതായി നമ്മിൽ ആരാഞ്ഞ് കണ്ടെത്തേണ്ട കാര്യം എന്നത്, is this whore trying to influence us and our families in trying to slowly move us away from our relationship with our captain Christ? ഈ മ്ലേച്ഛത, ഈ അശുദ്ധി നമ്മുടെ സൈന്യനായകനായ കർത്താവായ യേശുവുമായുള്ള ബന്ധത്തിൽ നിന്ന് നമ്മെ തെറ്റിക്കുവാൻ, നമ്മെ വഞ്ചിക്കുവാൻ, നമ്മിൽ നമ്മുടെ കുടുംബങ്ങളിൽ പടിപ്പടിയായി പതുക്കെ കടന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആരാഞ്ഞ് കണ്ടെത്തണം. How is our personal relationship with Jesus? നമ്മുടെ യേശുവുമായുള്ള വ്യക്തിപരമായ ബന്ധം എങ്ങനെയിരിക്കുന്നു? Can you say that Jesus is your personal friend? യേശു വ്യക്തിപരമായി നിങ്ങളുടെ അടുത്ത സ്നേഹിതൻ എന്ന് പറയുവാനാകുമോ? Did you talk to Jesus today? നിങ്ങൾ യേശുവുമായി സംസാരിച്ചോ? Did Jesus talk to you today? ഇന്ന് യേശു നിങ്ങളോട് സംസാരിച്ചോ? Is your heart emotionally attached to Jesus? നിങ്ങളുടെ ഹൃദയം വികാരപരമായി തന്നെ യേശുവിനോട് ബന്ധം പുലർത്തിയോ? When you close your eyes and pray, does your heart well up within you as though Jesus is next to you, as though he's your best friend? നിങ്ങൾ കണ്ണുകൾ അടച്ചപ്പോൾ കർത്താവായ യേശു നിങ്ങളുടെ അടുത്ത സുഹൃത്താണെന്നുള്ള നിലയിൽ നിങ്ങളുടെ ഹൃദയം യേശുവിനോടുള്ള സ്നേഹത്താൽ നിറഞ്ഞു കവിഞ്ഞുവോ? Let me make a confession. ഞാൻ ഏറ്റുപറയട്ടെ.
I have spoken in tongues without any relationship with Jesus. ഞാൻ യേശുവുമായി ഒരു ബന്ധവുമില്ലാതെ തന്നെ അന്യഭാഷകൾ പറഞ്ഞിട്ടുണ്ട്. I have done so many ministries, I've preached so many sermons without any relationship with Jesus. യേശുവുമായി ഒരു ബന്ധമില്ലാതെ തന്നെ ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട്, ധാരാളം പ്രസംഗിച്ചിട്ടുണ്ട്. I made so many prayers without any Jesus in me. യേശു എന്നിൽ ഒട്ടുമില്ലാതെ തന്നെ ഞാൻ എത്രയോ പ്രാർത്ഥനകളും നടത്തിയിട്ടുണ്ട്. All that can happen like an outward show, a form of godliness, some kind of tradition. ഒരു വിധമായ ആചാരം അനുഷ്ഠാനം എന്ന നിലയിൽ ബാഹ്യമായ ഭക്തി പ്രകടനമായി ഇതൊക്കെയും ചെയ്യുവാൻ കഴിയും. So the question that we have to ask ourselves is, if we don't have that personal one-to-one relationship with Jesus, it might be that this whore is having some influence over us. ആകയാൽ വ്യക്തിപരമായി നാം ചോദിച്ചു മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം എന്തെന്നാൽ, യേശു ക്രിസ്തുവുമായി വളരെ അടുത്ത അന്യോന്യമായ ഒരു സമ്പർക്കം, ബന്ധം നമുക്കില്ല എങ്കിൽ ഈ മ്ലേച്ഛത അവൾ നമ്മിൽ സ്വാധീനം ചെലുത്തുവാൻ തുടങ്ങിയിരിക്കുന്നു. Her job is to whisper pleasure into our ears to turn us away from being the bride of Christ. അവേ ക്രിസ്തുവിന്റെ മണവാട്ടിയായി തീരാതവണ്ണം നമ്മുടെ കാതുകളിൽ ഇൻപത്തെ മന്ത്രിക്കുക എന്നുള്ളതാകുന്നു അവളുടെ ജോലി. Today there are hundreds of deceptions in this world. ലോകത്തിൽ നൂറുകണക്കിന് ചതിവുകൾ, വഞ്ചനകളുണ്ട്. So much of worldly fun in this world. ഈ ലോകത്തിൽ ലൗകികമായ എത്രയോ വിനോദങ്ങളുണ്ട്. The whole world is going after that. മുഴു ലോകവും ഇതിന്റെ പിന്നാലെ പോകുന്നു. What about us? നമ്മെ കുറിച്ച് എന്ത് പറയാം? What is our ambition in life? നമ്മുടെ ജീവിതത്തിലെ ഉദ്ദേശ ലക്ഷ്യം എന്ത്? Is Christ your captain? ക്രിസ്തു നിങ്ങളുടെ നായകനോ? Is he telling you what to do, or are you telling him what he should do? നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവൻ പറയുകയാണോ, അല്ലെങ്കിൽ അവൻ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ അവന് പറഞ്ഞു കൊടുക്കുകയാണോ? Is he the captain, or are you leading him? അവനാണോ നിങ്ങളുടെ നായകൻ? അല്ല, നിങ്ങൾ അവനെ വഴി നടത്തുവാൻ നോക്കുന്നുവോ? You have so many ideas and ambitions about your life, and you are trying to use God to fulfill those ambitions. നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് പലവിധമായ ആശയങ്ങളും പലവിധമായ ആഗ്രഹങ്ങളും എല്ലാം ഉണ്ട്. അതെല്ലാം നിറവേറ്റുവാൻ നിങ്ങൾ യേശുവിനെ ഉപയോഗിക്കുകയാണോ? Or are we saying, Lord, what wilt thou have me to do? അതോ അല്ലെങ്കിൽ കർത്താവേ, ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു അത് മാത്രം ഞാൻ ചെയ്യട്ടെ എന്ന് ദൈവത്തോട് പറയുന്നു. He is our captain. അവൻ തന്നെയാണ് നമ്മുടെ നായകൻ. Our relationship with him should be emotional love towards him, at the same time obedience to him. ദൈവവും അവനുമായുള്ള നമ്മുടെ ബന്ധം എന്നത് വളരെ വികാരപരമായ ഒരു ബന്ധമായിരിക്കണം. അതേസമയം തന്നെ നാം അവനോട് വിധേയത്വം പുലർത്തുകയും വേണം. You know, Jesus loves each one of us so much. നോക്കുക, നമ്മുടെ യേശു നമ്മിൽ ഓരോരുത്തരെയും വളരെ സ്നേഹിക്കുന്നു. You don't know, it's something that cannot be described. നോക്കുക, വിശദീകരിക്കുവാൻ പോലും കഴിയാത്ത നിലയിൽ He loves us so much. അവൻ ഇത്രത്തോളം നമ്മെ സ്നേഹിക്കുന്നു. We love him. നാം അവനെ സ്നേഹിക്കുന്നു. Can we say that we love him above everything else? എല്ലാത്തിനേക്കാൾ അധികമായ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ കഴിയുമോ? To be his bride, അവന്റെ മണവാട്ടിയാകേണ്ടത്, to be that army, ആ സൈന്യത്തിലാകേണ്ടത്, we need such a close relationship with him. ഇത്രത്തോളം കർത്താവുമായി ഒരു അടുത്ത ബന്ധം നമുക്ക് വേണം. There's a song in English. ഇംഗ്ലീഷിൽ ഒരു പാട്ടുണ്ട്. Not for ease or worldly pleasure, not for these my prayer shall be. My prayer will not be for ease or for worldly pleasure. എന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഈ ലൗകികമായ ഇൻപങ്ങൾക്കോ സന്തോഷങ്ങൾക്കോ വേണ്ടി ആയിരിക്കുകയില്ല. Gladly will I toil and suffer, only let me walk with thee. ഞാൻ സന്തോഷമായി കർത്താവിനെ നിനക്ക് വേണ്ടി പാടുകളും കഷ്ടങ്ങളും അനുഭവിക്കാം, എനിക്ക് നിന്നോടുകൂടി നടന്നാൽ മാത്രം മതി. Is that our prayer? നമ്മുടെ പ്രാർത്ഥന ഇതാണോ? I have Jesus, that's more than enough for me, nothing else I want. എനിക്ക് യേശു ഉണ്ടല്ലോ, എനിക്ക് അത് മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. Or are we praying for something else? അല്ല, നമ്മൾ മറ്റു പലതിനു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? What's the chief burden of our heart? നമ്മുടെ ഹൃദയത്തിലെ പ്രധാനപ്പെട്ട ഭാരം എന്ത്? What are our tears for? നാം ഏതിനു വേണ്ടി കണ്ണുനീരൊഴുക്കുന്നു? What are our emotions bubbling towards? നമ്മുടെ വികാരങ്ങൾ എന്തിനു വേണ്ടി കൊതിക്കുന്നു, കൊള്ളുന്നു? Is it for Jesus or is it for something else? അത് യേശുവിന് വേണ്ടിയാണോ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും വേണ്ടിയാണോ? Or is it for someone else? അത് മറ്റാർക്കെങ്കിലും വേണ്ടി വെമ്പൽ കൊള്ളുന്നുവോ? Today, before we finish this meeting, ഇന്ന് ഈ യോഗം അവസാനിപ്പിക്കും മുൻപേ we must renew our relationship with Jesus. നമ്മുടെ യേശുവുമായുള്ള ബന്ധത്തെ പുതുക്കിയേ തീരൂ. Shall we close our eyes? ദയവായി കണ്ണുകളടയ്ക്കാം. He is our captain. അവൻ നമ്മുടെ നായകൻ. To be part of his army, he didn't just call us, he died for us, he shed his blood for us. അവൻ സൈന്യത്തിലാകേണ്ടതിന് അവൻ നമ്മെ വെറുതെ വിളിക്കുക മാത്രമല്ല, അവൻ നമുക്ക് വേണ്ടി വന്ന പാടുകൾ അനുഭവിച്ച് മരിച്ച് തന്റെ രക്തം നമുക്കായി ചിന്തി. Don't allow that red-dressed woman to deceive you. ആ ചുവന്ന വസ്ത്രധാരിണിയായ സ്ത്രീ നിങ്ങളെ ചതിക്കുവാൻ നിങ്ങൾ സമ്മതിക്കരുതേ. She has the latest of everything with her.
ഈ ലോകത്തിലെ സകല ആധുനികതകളും ഏറ്റവും പുതിയ പലതും അവളുടെ പക്കൽ ഉണ്ട്. Latest car, latest watch, latest clothes, latest cell phone, everything she has with her, she'll give you. If you like it, she'll give you. പുതിയ കാറുകൾ, പുതിയ വസ്ത്രം, പുതിയ മൊബൈൽ ഫോൺ, പുതിയത് എല്ലാം പുതിയത് നിങ്ങൾക്ക് തരുവാൻ അവളുടെ കയ്യിലുണ്ട്. When you read the newspaper, she's there. നിങ്ങൾ ദിനപത്രങ്ങൾ വായിക്കുമ്പോൾ അവൾ അവിടെയുണ്ട്. When you open the magazine, she's there. മാഗസിനുകൾ തുറക്കുമ്പോൾ അവൾ അതിലുണ്ട്. She's there in the words of the lips of your friends. അത് നിങ്ങളുടെ സ്നേഹിതരുടെ അധരങ്ങളിൽ അവളുണ്ട്. So when she speaks, don't think it's somebody speaking, she's speaking. ആകയാൽ അവന് സംസാരിക്കുമ്പോൾ ആരോ സംസാരിക്കുന്നു എന്നല്ല, അവൾ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. Immediately a lust will be born in you and you will start making plans to obey her advertisements. ഉടൻ തന്നെ നിങ്ങളിൽ ഒരു മോഹം ഉണ്ടാകുന്നു. അവളുടെ ആവിധമായ കാര്യങ്ങൾക്ക് വശംവദനാകുവാൻ നിങ്ങൾ ഒരു തീരുമാനം കൈക്കൊള്ളുന്നു. Suddenly you have the money, you have the ability and the freedom, you immediately go after her wishes and obey her. നിങ്ങൾക്ക് വേണ്ടതായ പണങ്ങൾ, അതിനുവേണ്ടതായ എല്ലാ സാഹചര്യങ്ങളും ലഭിക്കുന്നു. ഉടനെ തന്നെ അവൾ നിങ്ങളെക്കുറിച്ച് അവളുടെ അഭിലാഷം നിറവേറ്റുവാനായി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നു. With your money, the lust is fulfilled. നിങ്ങളുടെ പണം കൊണ്ട് നിങ്ങളുടെ ആ മോഹത്തെ നിറവേറ്റുന്നു. Now you have little moved away from Christ. ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് അല്പം അകന്നു മാറി. Little by little, he'll take you away. അല്പമായി അവൾ നിങ്ങളെ അകറ്റിക്കളയും. Find out, are we doing the will of God? നാം കണ്ടെത്തണം, നാം ദൈവ ഇഷ്ടം ചെയ്യുന്നുവോ? Or are we being deceived by an adversary? നാം നമ്മുടെ പ്രതിയോഗിയാൽ ചതിക്കപ്പെട്ടുവോ? Are we living to fulfill our lusts, our passions, or are we living to do what Jesus wants us to do? നമ്മുടെ സ്വന്തം മോഹങ്ങൾ, സ്വന്തം അഭിലാഷങ്ങൾ, സ്വന്തം ആഗ്രഹങ്ങൾ നിറവേറ്റുവാനായി നാം ശ്രമിക്കുകയാണോ, അല്ലെങ്കിൽ കർത്താവിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം നിറവേറ്റുവാൻ നാം ശ്രമിക്കുന്നു? I remember one man writing in his diary. തന്റെ ഡയറി കുറിപ്പിൽ ഇപ്രകാരം എഴുതിയ ഒരു മനുഷ്യനെ ഓർക്കും. Last night when I went to sleep, I must confess, Jesus was not in my last thought. കഴിഞ്ഞ രാത്രിയിൽ ഉറങ്ങുവാൻ പോയപ്പോൾ എന്റെ അവസാനത്തെ ആ ചിന്തകളിൽ കർത്താവായ യേശുവില്ല എന്ന് ഞാൻ ഏറ്റുപറയേണ്ടതായിട്ടുണ്ട്. What a confession. What a confession. എങ്ങനെയുള്ളൊരു ഏറ്റുപറച്ചിലെന്ന് നോക്കുക. Do we think that Jesus last thing before we go to sleep? നോക്കുക, നമ്മൾ ഉറങ്ങുവാൻ പോകുമ്പോൾ നമുക്കുണ്ടായ അവസാനത്തെ ചിന്തയിൽ അത് യേശു ഉണ്ടായിരുന്നുവോ? Is not that our expectation? Is not that God's expectation of us? നമ്മെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ പ്രതീക്ഷയും അത് തന്നെയല്ലേ? Is that not the way we should be? നാം ആയിരിക്കേണ്ടതായ വഴി ഇത് തന്നെയല്ലേ? We talk about so many things, we want so many things, we go for so many things. Where is Jesus? അനേക കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നു, അനേക കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു, അനേക കാര്യങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ യേശു എവിടെ? Is Jesus the first person in our life? നമ്മുടെ ജീവിതത്തിൽ യേശു തന്നെയാണ് ഒന്നാമത്തെ വ്യക്തി. Is he the top priority in our life? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അവനാണോ? Everything else is after him. മറ്റെല്ലാം അവന്റെ പിന്നാലെ മാത്രം. Even if I lose those other things, never mind, I want Jesus. ഞാൻ മറ്റു കാര്യങ്ങൾ മറ്റെല്ലാം നഷ്ടപ്പെട്ടു പോയാലും എനിക്ക് യേശു മാത്രം മതി. Let's ask ourselves a question. നമുക്ക് നമ്മോടൊരു ചോദ്യം ചോദിക്കാം. How many of you are not satisfied with your relationship with Jesus? നിങ്ങളിൽ എത്ര പേർ യേശുവുമായുള്ള നിങ്ങളുടെ ബന്ധത്തിൽ തൃപ്തിയില്ലാത്തവരായിരിക്കും? How many will say, yes, I have so much of tradition inside my life that true, rich, personal relationship with Jesus is missing? എന്റെ ജീവിതത്തിൽ വെറും ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ, കർത്താവായ യേശുവുമായുള്ള യഥാർത്ഥമായ വാസ്തവമായ സമ്പുഷ്ടമായ ആ ബന്ധം എനിക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. Those who will admit this, put up your right hand. അത് സമ്മതിക്കുന്നവർ നിങ്ങളുടെ വലങ്കൈ ഉയർത്തുക. I am also putting up my right hand. ഞാനും എന്റെ വലങ്കൈ ഉയർത്തിയിട്ടുണ്ട്. As I preach this word, it's pricking me. ഞാനിപ്പോൾ ഈ വാക്കുകൾ പ്രസംഗിക്കുമ്പോൾ വാസ്തവത്തിൽ അത് എന്നെ തന്നെ കുത്തുന്നു. And if it is pricking you, put up your hand. അത് നിങ്ങളെയും കുത്തുന്നെങ്കിൽ ദയവായി നിങ്ങളുടെ വലങ്കൈ ഉയർത്തുക. We must come back to Jesus. നമുക്ക് യേശുവിന്റെ അടുക്കലേക്ക് മടങ്ങി വരാം. That whore has no place in this church of God. ഈ ദൈവസഭയിൽ ആ മ്ലേച്ഛതയ്ക്ക് സ്ഥാനമില്ല. This is holy ground. ഏതൊരു വിശുദ്ധ ഭൂമി. We are called to be the bride of Jesus. നാം യേശുവിന്റെ മണവാട്ടിയാകുവാൻ വിളിക്കപ്പെട്ടവർ. Let's put down our hands. ഇപ്പോൾ കരം താഴ്ത്താം. 1 minute, let's all join together and pray. ഒരു നിമിഷം ഒത്തുചേർന്ന് പ്രാർത്ഥിക്കാം. This woman that is separating us from Jesus should get out of the church. നമ്മെ യേശുവിൽ നിന്ന് വേർപെടുത്തുവാൻ ശ്രമിക്കുന്ന ഈ സ്ത്രീയെ സഭയിൽ നിന്ന് പുറത്താക്കണം. I belong to Jesus. ഞാൻ യേശുവിന്റെ സ്വന്തം. I belong only to Jesus. ഞാൻ യേശുവിന് മാത്രം സ്വന്തം. Let's open our lips and say that. അതിനെ തുറന്ന് പറയാം. I belong to Jesus. ഞാൻ യേശുവിന്റെ സ്വന്തം. I
I belong only to Jesus. ഞാൻ യേശുവിന് മാത്രം സ്വന്തം. If there's any of that spirit of whoredom try to attack your family, നിങ്ങളുടെ കുടുംബത്തെ ആക്രമിക്കുവാൻ ഈ വിധമായ മ്ലേച്ഛതയെ ശക്തി ശ്രമിക്കുന്നുവെങ്കിൽ, that Jesus is going in front of us to fight the battle of Armageddon. ആ ഹർമഗദ യുദ്ധത്തിൽ പണിതുന്ന യേശു നമുക്ക് യുദ്ധം ചെയ്യുവാൻ പോകുന്നു. He is going to stand in front of you to fight your battle against worldliness. അതിനാൽ നിങ്ങൾക്ക് വിരോധമായി ആ ലൗകികതയോട് യുദ്ധം ചെയ്യുവാൻ യുദ്ധമുന്നണിയിൽ നിന്ന് യുദ്ധം ആരംഭിക്കുന്നു. Is any sin struggling in your life? എന്തെങ്കിലും പാപങ്ങളുടെ ജീവിതത്തിൽ കളിക്കുന്നുവോ? Today Jesus is going to put an end to that sin. He's the destroyer of sin. അത് യേശു പാപവിനാശകനാകിയാൽ ഇന്ന് ആ പാപത്തിന് അന്ത്യം കുറിക്കും. Come to Jesus. യേശുവിന്റെ അടുക്കലേക്ക് മടങ്ങി വരിക. Jesus loves you. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. Come to Jesus. യേശുവിന്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ. In Jesus' name, come to Jesus. In Jesus' യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ മടങ്ങി വരുവിൻ. In Jesus' name, we bind those strange powers that are separating you from your husband. നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് അകറ്റുന്ന ആ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇത് ബന്ധിക്കുന്നു. In Jesus' name, all those powers that are trying to take away your chastity, in Jesus' name, we bind those powers. നിങ്ങളുടെ വിശുദ്ധിയിൽ നിന്ന് നൈർമല്യത്തിൽ നിന്ന് നിങ്ങൾ അകറ്റുവാൻ ശ്രമിക്കുന്ന ആ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇത് ബന്ധിക്കുന്നു. Jesus is walking in our midst. നമ്മുടെ മധ്യേ യേശു നടകൊള്ളുന്നു. I'm not telling lies. ഞാൻ കള്ളം പറയുന്നില്ല. I'm not just saying something. I'm telling you, Jesus is walking in our midst. ഞാൻ നിങ്ങളോട് ഏതോ ഒരു കാര്യം പറയുകയില്ല. ഞാൻ പറയുന്നു യേശു നമ്മുടെ മധ്യേ നടകൊള്ളുന്നു. He's looking at each one of us. നമ്മിൽ ഓരോരുത്തരെയും അവൻ നോക്കുന്നു. As we lifted up our hands and acknowledged our moving away from Christ, നാം നമ്മുടെ കരം ഉയർത്തി യേശുവിൽ നിന്ന് വ്യതിചലിച്ചത് സമ്മതിച്ച മാത്രയിൽ, that moment Jesus says, I love you, my child. ആ മാത്രയിൽ യേശു പറയുന്നു, എന്റെ വൈതലേ, ഞാനിത് നിന്നെ സ്നേഹിക്കുന്നു. And God is going to send down His power to bring you back to Him. നിങ്ങളെ തന്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാനുള്ള ശക്തിയെ ദൈവം അയക്കുവാൻ പോകുന്നു. The Spirit of God is moving in our midst. ദൈവത്തിന്റെ ആത്മാവിലൂടെ പരിവർത്തിക്കുന്നു. You talk to Jesus. യേശുവിനോട് നിങ്ങൾ പറയുക. Tell Him, Jesus, I love you. യേശുവിനോട് പറയുക, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. Jesus, I want to love you even more. യേശുവേ, നിന്നെ ഞാൻ അധികം സ്നേഹിക്കട്ടെ. Jesus, I want to love you with all of my heart. യേശുവേ, എന്റെ മുഴു ഹൃദയത്തോട് ഞാൻ നിന്നെ സ്നേഹിക്കട്ടെ. Jesus, I receive you as my husband. യേശുവേ, ഞാൻ നിന്നെ എന്റെ ഭർത്താവായി സ്വീകരിക്കും. Jesus, accept me as your bride. യേശുവേ, നിന്റെ മണവാട്ടിയായി എന്നെ കൈക്കൊള്ളണമേ. As you say these words, ഈ വാക്കുകൾ നിങ്ങൾ പറയുമ്പോൾ the Spirit of God is moving upon you. ദൈവാത്മാവ് നിങ്ങളുടെ മധ്യേ പരിവർത്തിക്കുന്നു. He's going to heal your corrupted mind. നിങ്ങളുടെ മലിനമാക്കപ്പെട്ട മനസ്സവൻ സൗഖ്യമാക്കുന്നു. There was a lot of redness of that whore in your heart. ആ വേശ്യയുടെ അനേകമായ ചുവപ്പ് പുള്ളികൾ നിങ്ങളുടെ മനസ്സിൽ പോയി വന്ന് വേട്ടയാടുന്നു. But today God is going to make your red heart white. എന്നാൽ ഇതാ ചുവന്ന ഹൃദയത്തെ കർത്താവിതാ വെണ്മയാക്കുന്നു. An anointing is coming down. അഭിഷേകം വരുന്നു. Yield to the Spirit of God. ദൈവാത്മാവിനായി ഏൽപ്പിക്കുക. A power is coming from above. ഉയരത്തിൽ നിന്നൊരു ശക്തി വരുന്നു. Church of God, you are not alone. ദൈവസഭയെ നീ തനിച്ചല്ല. Child of God, you have a God who's fighting for you. ദൈവവൈതലേ, നിനക്കായി യുദ്ധം ചെയ്യുന്ന ദൈവം നിനക്കുണ്ട്. The only God, the one God, He loves you. ഒരേ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. He loves you and He's coming down with His power. അവൻ നിന്നെ സ്നേഹിച്ചിട്ട് തന്റെ ശക്തിയുമായി നിനക്കായി വന്നിരിക്കുന്നു. 2 or 3 minutes, let's give room to the Spirit of God. 2-3 മിനിറ്റ് ദൈവാത്മാവിനായി ഇടം കൊടുക്കാം. Today. That whore has been deceiving the whole world. But she has the audacity, the boldness to come and touch the church of God. Today Today that spirit is going to leave.
എന്ന് ആ ദുരാത്മാവ് വിട്ടുപോകുവാൻ പോകുന്നു. Today Jesus is going to win this battle. ഇന്ന് യേശു ആ യുദ്ധത്തിൽ ജയിക്കുവാൻ പോകുന്നു. Today you are going to win this battle. ഇന്ന് ആ യുദ്ധത്തിൽ നീ ജയമെടുക്കുവാൻ പോകുന്നു. Today the Spirit of God is going to rule over you. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ വാഴുവാൻ പോകുന്നു. Today your heart is going to be filled with the love of Jesus once again. ഒരിക്കൽ കൂടി നിന്റെ ഹൃദയം യേശുവിന്റെ സ്നേഹത്താൽ നിറയുവാൻ പോകുന്നു. Today Jesus, എൻ പ്രിയനെ നിന്നോട് ചേരുവാൻ എൻ പ്രാണനെന്നും വാഞ്ചിക്കുന്നേ, നിൻ സ്നേഹത്താൽ നിറഞ്ഞു വാഴുവാൻ എൻ ഹൃദയം ദാഹിക്കുന്നേ, നിൻ സ്നേഹത്താൽ നിറഞ്ഞു വാഴുവാൻ എൻ ഹൃദയം ദാഹിക്കുന്നേ, എൻ പ്രിയനെ നിന്നോട് ചേരുവാൻ എൻ പ്രാണനെന്നും വാഞ്ചിക്കുന്നേ, നിൻ സ്നേഹത്താൽ നിറഞ്ഞു വാഴുവാൻ എൻ ഹൃദയം ദാഹിക്കുന്നേ, നിൻ സ്നേഹത്താൽ നിറഞ്ഞു വാഴുവാൻ എൻ ഹൃദയം ദാഹിക്കുന്നേ, എൻ പ്രിയനെ നിന്നോട് ചേരുവാൻ എൻ പ്രാണനെന്നും വാഞ്ചിക്കുന്നേ, നിൻ സ്നേഹത്താൽ നിറഞ്ഞു വാഴുവാൻ എൻ ഹൃദയം ദാഹിക്കുന്നേ, നിൻ സ്നേഹത്താൽ നിറഞ്ഞു വാഴുവാൻ എൻ ഹൃദയം ദാഹിക്കുന്നേ, നിൻ സ്നേഹത്താൽ നിറഞ്ഞു വാഴുവാൻ എൻ ഹൃദയം. Hallelujah, 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 amen. Jesus, 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 Jesus. Hallelujah. Hallelujah. ദൈവാത്മാവ് ഇന്ന് രാത്രികാലം നമ്മോട് വചനത്തിൽ കൂടെ വ്യക്തമായി വളരെ ശക്തമായി നമ്മോട് ഇടപെടുകയുണ്ടായി. നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. വരാൻ പോകുന്ന യുദ്ധങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾക്കെതിരായി പോരാടുന്ന ഒരു വൻ ശക്തി പിശാച് ഏതെങ്കിലും നിലയിൽ ദൈവമക്കളെ തകർക്കുവാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവനോട് എതിർത്ത് നിൽപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ സർവ്വായുധവർക്ക് നമുക്ക് ധരിക്കാം. ദൈവമക്കളെ യേശുവിന്റെ നാമത്തെ നമുക്ക് ഉയർത്തി കാണിക്കാം. പിശാചിനോട് നമുക്ക് എതിർത്ത് നമുക്ക് ജയമെടുക്കാം. യേശുവേ, ഞാൻ നിന്റെ മകൻ, നിന്റെ മകൾ തന്നെയാണ്. ഞാൻ നിന്റെ ഹിതത്തിനായി ഏൽപ്പിക്കുകയാണ്. കർത്താവേ, നീയും ഞാനുമായിട്ടുള്ള ബന്ധമല്ലാതെ മറ്റൊരു ബന്ധം എനിക്ക് വേണ്ട. ലോകമായ ബന്ധങ്ങളെ, എല്ലാ ലൗകികമായിട്ടുള്ള അവസ്ഥകളെയും നമുക്ക് നീക്കിയിട്ട് ദൈവേഷ്ടം ചെയ്യുവാനായി നമുക്ക് തന്നെ സമർപ്പിക്കാം. കർത്താവേ, നിന്റെ ഹിതത്തിനായി ഏൽപ്പിക്കുകയാണെന്ന് പറയാം. ആമേൻ. അങ്ങനെയുള്ള പേര് കർത്താവ് ശക്തികത്തെ വായിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രിക്കാൽ അല്പസമയം നമുക്ക് ദൈവസ്നേഹത്തെ നമുക്ക് നിറഞ്ഞ സന്തോഷിക്കാം. ഹല്ലേലൂയ. ദൈവദിനത്തിന്റെ മുൻപിൽ നമുക്ക് ഭയപ്പെടാം. ഹല്ലേലൂയ. God have become the light. Hallelujah. 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 ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒരു ശുദ്ധ ഹൃദയമാണ്, നല്ലൊരു മനസ്സാക്ഷിയാണ്. ശുദ്ധ ഹൃദയത്തോട്, നല്ല മനസ്സാക്ഷിയോടുകൂടെ വിശുദ്ധിക്ക് വേണ്ടി മക്കൾ പോരാടി വിശുദ്ധിയോടെ കാത്തിരിക്കുന്നവർക്കായിട്ട് യേശു വേഗം വരാൻ പോകുകയാണ്. നിർമ്മലതയോടെ കാത്തിരിക്കുന്നവർക്കായിട്ട് യേശു വേഗം വരാൻ പോകുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അനുരൂപരായി ജീവിക്കുന്നവർക്കായിട്ട് ലോകത്തിന്റെ മാലിന്യങ്ങളെ വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, ശുദ്ധഹൃദയത്തോടെ നല്ല മനസ്സാക്ഷിയോടെ ജീവിക്കുന്നവർക്കായിട്ട് നമ്മുടെ പ്രിയൻ വേഗത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്.
ഹല്ലേലൂയ. പ്രത്യാശോദയ മക്കൾ ഇപ്പോൾ പാടിയ കോറസ് നമുക്ക് വീണ്ടും പാടാം. എൻ പ്രിയനേ നിന്നോട് ചേരുവാ എൻ പ്രാണനെന്നും വാഞ്ചിക്കുന്നേ, നിൻ സ്നേഹത്താൽ നിറഞ്ഞു വാഴുവാൻ എൻ ഹൃദയവും ദാഹിക്കുന്നേ, നിൻ സ്നേഹത്താൽ നിറഞ്ഞു വാഴുവാൻ എൻ ഹൃദയവും ദാഹിക്കുന്നേ. എൻ പ്രിയനേ നിന്നോട് ചേരുവാൻ എൻ പ്രാണനെന്നും വാഞ്ചിക്കുന്നേ, നിൻ സ്നേഹത്താൽ നിറഞ്ഞു വാഴുവാൻ എൻ ഹൃദയവും ദാഹിക്കുന്നേ, നിൻ സ്നേഹത്താൽ നിറഞ്ഞു വാഴുവാൻ എൻ ഹൃദയവും ദാഹിക്കുന്നേ. നിൻ സ്നേഹത്താൽ എന്നോട് ചേരുവാൻ നിൻ സ്നേഹത്താൽ നിറഞ്ഞു വാഴുവാൻ എൻ ഹൃദയവും ദാഹിക്കുന്നേ, നിൻ സ്നേഹത്താൽ നിറഞ്ഞു വാഴുവാൻ എൻ ഹൃദയവും ദാഹിക്കുന്നേ, നിൻ സ്നേഹത്താൽ നിറഞ്ഞു വാഴുവാൻ എൻ ഹൃദയവും ദാഹിക്കുന്നേ, നിൻ സ്നേഹത്താൽ Hallelujah. 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 Amen. Amen. Hallelujah. Hallelujah. നാം ദൈവദിനം കേൾക്കുമ്പോൾ നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കണം. സാധാരണ ഞാൻ പറയാറുണ്ട്, 15-10 മിനിറ്റ് കിട്ടിയാൽ, എല്ലാ ജോലികളും ഒതുങ്ങിന് ശേഷം 10 മിനിറ്റ് കിട്ടിയാൽ അവർ മുഴങ്കാലയും മടക്കണം. കർത്താവിന് വേലക്കാരോട് ഞാൻ പറയാറുണ്ട്, വിശ്വാസികൾ പറയാറുണ്ട്, അന്ത്യകാലം ഒരു അവസാന കാലഘട്ടത്തിൽ വന്നിരിക്കുന്നു. ഉറങ്ങുവാനുള്ള സമയമല്ല, ഉണരേണ്ട സമയം. തീക്ഷണതയോടെ ജീവിക്കേണ്ട കാലഘട്ടം, എരിവോടെ ജീവിക്കേണ്ട കാലഘട്ടം, ഉണരേണ്ട കാലഘട്ടമാണ്. ഒരു അന്ത്യ കാലഘട്ടമാണ്. ഉണരാം, യേശുവിലേക്ക് അടുക്കാം, കൃപകളെ നമുക്ക് പ്രാപിക്കാം, ബലം നമുക്ക് പ്രാപിക്കാം, അഭിഷേകത്തെ പുതുക്കാം, വിശുദ്ധിക്ക് വേണ്ടി പോരാടാം, പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. അവർക്കായി യേശു വേഗം വരാൻ പോകുകയാണ്. ജീസസ്, why does he walk and never have to become the light? Amen. Hallelujah. 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 Thank you, the Lord. I love you. Hallelujah. കർത്താവ് നമ്മെയും ദേശനിവാസികളെയും ഇവിടെ ദൈവമക്കളെല്ലാം സ്നേഹിക്കുന്നുകൊണ്ട് ഇങ്ങനൊരു വേദപാഠ ക്ലാസ് നമുക്ക് നൽകി. അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ക്രിസ്തുവിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട്, കർത്താവിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്ത് ജയമെടുക്കുവാൻ നമ്മുടെ കർത്താവിന് നമുക്ക് ശക്തി പ്രാപിക്കാം. ഇപ്പോഴേ നമുക്ക് ബലമെടുക്കാം, കൃപകളെ പ്രാപിപ്പാൻ എല്ലാവർക്കും കൃപ നൽകണനായി ചെന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കൊണ്ടുവന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത അടവേറി സത്യങ്ങളെ പഠിപ്പിക്കുവാൻ പ്രിയ ദാസന്മാർക്ക് ദൈവം കൃപ നൽകിയതുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തുറന്നു നടക്കുന്ന എല്ലാ ദിവസങ്ങളും നടക്കുന്ന മീറ്റിംഗിന്റെ അനുഗ്രഹമാക്കി തീർക്കണം. അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. ദൈവമക്കൾ മടങ്ങിപ്പോകുന്ന യാത്രയെ സൂക്ഷിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഇവിടെ വാഹനങ്ങളിലെല്ലാം ദൈവം സൂക്ഷിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ കരുതലും സൂക്ഷിപ്പുണ്ടായിരിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. പോകുന്ന വണ്ടിയിൽ കർത്താവിന്റെ വരവാണെങ്കിൽ എടുക്കപ്പെടുവാൻ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. തിരുവല്ലായി സെൻട്രൽ ലോക്കൽ വലിയ ഉണർവുണ്ടാകുന്നതിന് വേണ്ടി സ്തോത്രം ചെയ്യാം.
സ്തോത്രം. മുടിലോകത്തിൽ വലിയ ഉണർവായിക്കണനായി സ്തോത്രം ചെയ്യാം. വിശുദ്ധിക്ക് വേണ്ടി പോരാടുവാൻ കൃപ നൽകണനായി സ്തോത്രം ചെയ്യാം. നിർമ്മല മനസ്സാക്ഷിയുടെ യേശുവിന്റെ അടുക്കുവാൻ കൃപ നൽകണനായി സ്തോത്രം ചെയ്യാം. യേശുവിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ കൊണ്ട് നമുക്ക് എല്ലാവർക്കും കൃപ നൽകണനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരവിനായി നമ്മെ ഒരുക്കണനായി സ്തോത്രം ചെയ്യാം. പിതാവാദയത്തിന് സ്തോത്രം, പുത്രനാം കർത്താവിന് സ്തോത്രം, പരിശുദ്ധാത്മാവാദയത്തിന് സ്തോത്രം, വേഗബന്ധ കർത്താവിന് സ്തോത്രം, ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ.